നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്കറിയാം? അരിത്തമെറ്റിക് സീക്വൻസിന്റെ സീക്വൻസ് വിത്ത് എ കോമൺ ഡിഫറൻസ്. ഒരു സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് സീക്വൻസ് നമുക്കറിയാം. അത് ചിലതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും, ചിലതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കത്തില്ല. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചാണ്. ചിലതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു സീക്വൻസ് 1, 2, 3, 4 എന്ന് പറയുന്നത് സീക്വൻസ് ആണ്. ഇത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് നമ്പർ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം നോക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം 2 ൽ 1 പോയാൽ 1 കിട്ടും, 3 ൽ 2 പോയാൽ 1 കിട്ടും, 4 ൽ 3 പോയാൽ 1 കിട്ടും. അതായത് ഈ സീക്വൻസിൽ ഏത് അടുത്തടുത്ത് രണ്ട് നമ്പർ എടുത്താലും അവിടുത്തെ വ്യത്യാസം എത്രയാണ് കിട്ടുന്നത്? 1 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത്. 1, 3, 5, 7 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ്. ഇവിടെയും രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എടുത്താൽ 2, 2, 2, 9. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 7, 12 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇവിടെ നോക്കാം. 3, 7 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 12, 7 തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അതായത് ഇവിടെ കിട്ടുന്ന അല്ല ഇവിടെ കിട്ടിയത്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു. ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് ടേമുകൾ അടുത്തടുത്ത രണ്ട് ടേമുകൾ എടുക്കുക. അപ്പൊ അവിടെ കിട്ടുന്ന ഏത് അടുത്തടുത്ത രണ്ട് ടേം എടുത്താലും ഒരേ ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. വ്യത്യസ്തങ്ങളായ ഉത്തരം കിട്ടുവാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റി പറഞ്ഞപ്പം ഇവിടെ നമ്മൾ എഴുതിയ കുറച്ച് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഫസ്റ്റ് ടേമിനെ എ എന്ന് എടുക്കും. രണ്ടാമത്തെ ടേം A2 ഈസ് ഈക്വൽ ടു A പ്ലസ് ബി. ഒന്നാമത്തെ ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടണം. മൂന്നാമത്തെ ടേം A3 ഈസ് ഈക്വൽ ടു A പ്ലസ് 2D. ഒന്നാമത്തെ ടേമിനോട് 2 കോമൺ ഡിഫറൻസ് കൂട്ടണം. അടുത്ത നാലാമത്തെ ടേം A4 ഈസ് ഈക്വൽ ടു A പ്ലസ് 3D. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഒന്നുകൂടെ സ്പീഡിലൊക്കെ പോകുന്നത്. മറന്നുപോയത് ഒന്നുകൂടെ നോക്കണം. ഒന്നാമത്തെ ടേം എ, രണ്ടാമത്തെ ടേം A2 ഈസ് ഈക്വൽ ടു A പ്ലസ് ബി. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് 2 പ്രാവശ്യം ഡി കൂട്ടണം. നാലാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് 3 പ്രാവശ്യം ഡി കൂട്ടണം. 100ാമത്തെ ടേം കണ്ടുപിടിക്കാനായി A100 ഈസ് ഈക്വൽ ടു A പ്ലസ് 99D. അവിടെ 99 ഡി കൂട്ടണം. അപ്പൊ ഇവിടെ ഉള്ളതിനേക്കാൾ ഒന്ന് കുറവ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാൾ ഒന്ന് കുറവ്. അപ്പൊ ജനറൽ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇക്വേഷൻ എഴുതിയ AN ഈസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻടു ഡി. AN ഈസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻടു ഡി. ഇതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതുന്നതായിരുന്നു. ഒന്നുകൂടെ നോക്കണം. AN ഈസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻടു ഡി. A100 എന്ന് പറഞ്ഞപ്പോ എത്ര വരും? ഇവിടെ നോക്കിയോ. n ആവുമ്പോൾ n-1. 100 ആവുമ്പോൾ 100 നിന്ന് പോയി കഴിഞ്ഞാൽ 99. 4 ആവുമ്പോൾ 3, 3 ആവുമ്പോൾ 2, 2 ആവുമ്പോൾ 1, 1 ആവുമ്പോൾ 0. അതുകൊണ്ട് തന്നെ എന്തെന്ന് എഴുതിയാൽ മതി? A എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവിടെ കുറച്ച് ഇക്വേഷൻ. ഇപ്പൊ ഇതൊരു ഇക്വേഷൻ ആയിരുന്നു. ഇത് വേറൊരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പ്ലസ് 1. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പ്ലസ് 1. അപ്പൊ നമുക്കൊരു സീക്വൻസിന്റെ A5 ഈസ് ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. A10 ഈസ് ഈക്വൽ ടു ഒരു 20 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡി കണ്ടുപിടിക്കണം. ഡി അപ്പൊ കണ്ടുപിടിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളം മീഡിയം പറയുന്നത് എങ്ങനെയാ? പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം അധികം 1. പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം അധികം 1. അപ്പൊ പദവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പദത്തിനുള്ള വ്യത്യാസം. ഇത് 10 ആണ്, ഇത് 20 ആണ്. അപ്പൊ അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വരും? 20 മൈനസ് 10. 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്ഥാനത്തിലുള്ള വ്യത്യാസം. സ്ഥാനത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് 5ാമത്തത്, ഇത് 10ാമത്തത്. 5ാമത്തത് 10ാമത്തത്. അപ്പൊ ഇത് 10 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴെ എഴുതാം. ഇവിടെ ഞാൻ 20 എഴുതിയതിന്റെ തൊട്ട് താഴെ എനിക്ക് ഇവിടെ വന്നു. 20 എഴുതിയതിന് തൊട്ട് താഴെ ഈ 10 വന്നിട്ടുണ്ട് കേട്ടോ. 20, 10. ഇനിയാണ് ഈ 10 എഴുതിയതിന് താഴെ തന്നെ എന്ത് വന്നു? ഈ 5 വന്നു. അങ്ങനെയാണ് നോക്കുന്നത്. ഇനി 20 10 പോയി കഴിഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 10 5 പോയി കഴിഞ്ഞാൽ 5. എത്ര വരും? 2 എന്ന് വരും. അപ്പൊ ഇതിന്റെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ മറക്കരുത്. വേറൊരു ഇക്വേഷൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു. n ഈസ് ഈക്വൽ ടു an മൈനസ് a1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സീക്വൻസ് 1, 4, 7, 10 എക്സെട്ര. ഇവിടെ ഒരു 100 എന്ന് പറയുന്നത്. ഇതിനകത്തൊരു അർത്ഥത്തില് നമ്പർ ആണോ എന്ന് നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ 100 വേണ്ട, ഒരു 10, 13, 16.
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 1, 4 എക്സെട്ര 16. 16 ഇവിടെ എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിക്കുന്നത്. 16 ഇവിടെ എത്രാമത്തെ ടേം ആണ്? 16 ഇവിടെ എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an അതിലങ്ങ് 16 നോക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയ തെറ്റ് പറ്റി. ഡിയുടെ ഇക്വേഷൻ പറയാൻ ഇത്രയേ ഉള്ളൂ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഞാൻ അവിടെ പ്ലസ് ഒന്നും അറിയാതെ ഇട്ടു. ക്ഷമിക്കണം. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഇക്വേഷൻ മാറിപ്പോയിട്ട് കഴിഞ്ഞത്. അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഇവിടെയാണ് പ്ലസ് 1 വരുന്നത്. ഈ ഇക്വേഷനാണ് പ്ലസ് 1 വരുന്നത്. അപ്പൊ നോക്കി അത് നോക്കിയോണം എല്ലാവരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം, ഇവിടുത്തെ ലാസ്റ്റ് ടേം അവർ പറഞ്ഞിരിക്കുന്നത് എത്ര? 16. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എത്ര പറഞ്ഞിരിക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ ഡി രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കണം. രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 4ൽ നിന്നും 1 കുറയ്ക്കണം. 4ൽ നിന്ന് 1 കുറച്ച് എത്ര വരും? 4ൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ 3. അപ്പൊ 16ൽ നിന്ന് 16 മൈനസ് 1 ഡിവൈഡ് ബൈ 3 അതിൽ ഒന്നുകൂടെ 16 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 15 ബൈ 3 5 പ്ലസ് 1 സമയം വരും 6 വരും. അപ്പൊ ഈ സീക്വൻസിൽ എത്ര നമ്പർ ടേംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിച്ചെങ്ങനെ ഇക്വേഷൻ ആദ്യം എഴുതണം. an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1 ആണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കി നമ്മൾ d കണ്ടുപിടിച്ച് ആദ്യം അടുത്തടുത്ത് രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കുന്നു. 4ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 3 കിട്ടും. d ആയിട്ട് n an മൈനസ് a1 വേണം. an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം 16 മൈനസ് a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. ഇവിടുത്തെ ഫസ്റ്റ് ടൈം 1 ആണ്. 16 മൈനസ് 1 ഡിവൈഡ് ബൈ d ഈക്വൽ ടു 3 കൊടുത്തു പ്ലസ് 1. 16 മൈനസ് 1 15 ബൈ 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 15 ബൈ 3 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 6 വരും. അങ്ങനെയാണ് n കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ 3 കാര്യം കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞു. ഇപ്പം ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ an ഇക്വേഷൻ മറക്കരുത്. an ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. വീണ്ടും പറയാൻ 3 ഇക്വേഷൻ മറക്കരുത്. an ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡിയുടെ ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ, നേരത്തെ ആ പറഞ്ഞ ഇക്വേഷൻ തെറ്റിപ്പോയിട്ടുണ്ടോ ശ്രദ്ധിച്ചോണേ. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പ്ലസ് 1 അറിയാൻ ഇട്ടു, അത് നോക്കണം. അടുത്ത പൊസിഷൻ ഡിഫറൻസ്. അടുത്ത് ഇവിടെ വരുമ്പോ n ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? n ഈസ് ഈക്വൽ ടു an മൈനസ് a1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. മലയാളം മീഡിയംകാർക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞുതരാം. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ആദ്യ പദം അധികം n മൈനസ് 1. ഞാൻ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഒന്ന് കുറവ് n മൈനസ് 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. ആദ്യ പദം അധികം n മൈനസ് 1 ഇൻറ്റു പൊതുവ്യത്യാസം. d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. n ഈസ് ഈക്വൽ ടു an മൈനസ് a1 ബൈ d പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ ഇത്രയും ഇക്വേഷൻ ഈ പാഠത്തിൽ ബേസ് ആയിട്ടുള്ളതാണ്. മറന്നു പോകരുത്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഈ കണക്കൂടെ ചെയ്യാം. ബാക്കി കണക്കിലോട്ട് പോവാം. അപ്പൊ ഇത്രയും ബേസ് പഠിച്ചാൽ മാത്രമേ ഇതിനുള്ള കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. The fifth term of an arithmetic sequence is 38 and the ninth term is 66. എന്റെ പുസ്തകത്തിൽ ഇത് 21ാമത്തെ പേജിലാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങള് കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു പേജ് നമ്പർ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അതിന് മുമ്പത്തെ വർഷത്തെയാണ്. അപ്പൊ നോക്കിക്കോണം, പേജ് നമ്പർ മാറ്റം ഉണ്ടെങ്കിലും ജസ്റ്റ് നോക്കിക്കോണം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. The fifth term of an arithmetic sequence is 38 and ninth term is 66. What is the 25th term? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ പദം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അഞ്ചാമത്തെ പദം മനസ്സിലാവുന്നതിൽ എഴുതിയെടുത്തോണം. അഞ്ചാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ആണ്. അതേ അരിത്തമെറ്റിക് സീക്വൻസിൽ അതേ സമാന്തര ശ്രേണിയുടെ 9ാമത്തെ പദം a9 is equal to 66. ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാമത്തെ പദം 38ഉം സമാന്തര ശ്രേണിയുടെ 9ാമത്തെ പദം 66ഉം ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് a25. ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം 38ഉം 9ാം പദം 66ഉം ആണെങ്കിൽ 25ാം പദം കണ്ടുപിടിക്കണം. a5 വന്നിട്ടുണ്ട് 38, a9 വന്നിട്ടുണ്ട് 66, a25 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും മാത്രം, ഇത് തന്നിട്ടില്ല ഇത് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ, ഇത്രയും മാത്രം കണ്ടുപിടിക്കണം. a25 എനിക്ക് കണ്ടുപിടിക്കണം. a25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് സമാനമായിട്ട് പഠിച്ച ഒറ്റ ഇക്വേഷൻ ഉണ്ട്. അതൊന്ന് ആലോചിക്കണം. അപ്പോഴേ മനസ്സിലോട്ട് വന്നത് a25 കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് വരേണ്ട ഏത് ഇക്വേഷനാ? a-ന്റെ ഇക്വേഷൻ. 3 ഇക്വേഷൻ ആകെ പഠിച്ചിട്ടുള്ളത് ഇവരായിട്ട്. a-ന്റെ ഇക്വേഷൻ, d-യുടെ ഇക്വേഷൻ, n-ന്റെ ഇക്വേഷൻ. അപ്പൊ d-യും അല്ല n-ഉം അല്ല, ബാക്കി പിന്നെ ഏതേ ഉള്ളൂ? a-ന്റെ ഇക്വേഷൻ. അപ്പൊ a25 എന്ന് പറയുമ്പോൾ a-ന്റെ ഇക്വേഷൻ മനസ്സിലോട്ട് വരണം. a-ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. an, അപ്പൊ ഇവിടെ a25 ആകുമ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ n വന്നപ്പോ ഇവിടെ n മൈനസ് 1. അപ്പൊ ഇവിടെ 25 ഇവിടെ എത്ര വരണം?
25 1 കുറച്ചാൽ 24. അപ്പൊ എ പ്ലസ് 24 ഡി. അപ്പൊ എ 25 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? എ പ്ലസ് 24 ഡി വേണം. അപ്പൊ എയും വേണം ഡിയും വേണം. എ വേണം ഡി വേണം. ഇനി എയും ഡി എവിടെ നിന്ന് കിട്ടും? ക്വസ്റ്റ്യനിൽ എയും തന്നിട്ടില്ല ഡിയും തന്നിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് എന്തോ A5 ആണ്. 5ാമത്തെ ടേം തന്നിട്ടുണ്ട്, A9 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എയും കണ്ടുപിടിക്കണം, ഡിയും കണ്ടുപിടിക്കണം. ഇതും ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? എയും കണ്ടുപിടിക്കണം, ഡിയും കണ്ടുപിടിക്കണം. ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. നമുക്ക് ആദ്യം ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതാം. ഡിയുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഡിയുടെ ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത്ര മാത്രം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ടേം ഡിഫറൻസ് എത്രയാണെന്ന് നോക്ക്. ടേം എത്ര? ഇവിടെ 66 38. മലയാളം മീഡിയക്കാര് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം എന്നാണ് ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടാകുന്നത്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ പഠിക്കാം. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. 66 മൈനസ് 38 ഡിവൈഡ് ബൈ 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് 9 മൈനസ് 5. അപ്പൊ എന്ത് വരും? 66 38 പോയി കഴിഞ്ഞാൽ എത്ര വരുന്നത്? 66 38 28 ഡിവൈഡ് ബൈ 9 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. 28 മൈനസ് 4 സീക്വൽ എത്രയെന്ന് കിട്ടും? നമുക്ക് അവിടെ കിട്ടുന്നത് 7 എന്ന് കിട്ടും. അപ്പൊ ഡി ഇവിടെ എന്തെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. ഡി മാത്രം മതി. അപ്പൊ ഈ ഡി ഓക്കെ, ഇത് കിട്ടി. ഇവിടെ പോയി ഇക്വേഷൻ നോക്കി. ഈ ഇവിടെ കിട്ടിക്കഴിഞ്ഞ് ഇനി എന്തിനു വേണം? എയും കൂടെ വേണം. അപ്പൊ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മള് ഒരു വഴി എന്ന് പറഞ്ഞാൽ എ കണ്ടുപിടിക്കുന്ന വഴി നോക്കണം. A5ന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A5ന്റെ ഇക്വേഷൻ അറിയാം. എന്ത് A5ന്റെ ഇക്വേഷൻ? A5 ഈസ് ഈക്വൽ ടു A പ്ലസ് 4D. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. A5 ഈസ് ഈക്വൽ ടു A പ്ലസ് 4D. ഇവിടെ 5 ആൻഡ് ഇവിടെ 4. അപ്പൊ ഇവിടെ A5 ഈസ് ഈക്വൽ ടു A5ന്റെ ഉത്തരം എത്ര തന്നിട്ടുള്ള 38 ആണ്. അപ്പൊ 38 A5ന്റെ വില 38 സമ A പ്ലസ് A നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് A പ്ലസ് 4 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എത്ര? ഡി അവിടെ 7. അപ്പൊ 38 ഈസ് ഈക്വൽ ടു A പ്ലസ് 4 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 28 എന്ന് വരും. 38 സമം A പ്ലസ് 28. 38 സമം A പ്ലസ് 28 എന്ന് കിട്ടി. നിങ്ങൾ നോക്കിയോ, A5 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എയോ ഡിയോ ഉണ്ടെങ്കിൽ A25 കണ്ടുപിടിക്കാൻ പറ്റൂ. കണ്ടുപിടിക്കേണ്ടത് A25 ആണ്. A25ന്റെ ഇക്വേഷൻ A പ്ലസ് 24D എന്നാണ്. അതായത് എയും വേണം ഡിയും വേണം. ഈ ഇവിടെ ഞാൻ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ഡി കണ്ടുപിടിച്ചു. ഇനി എന്തും കൂടെ വേണം? എയും കൂടെ വേണം. എ കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് A5 ഒന്ന് A9. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എഴുതണം. ഇവിടെ എളുപ്പം ഏതാ? A5. അപ്പൊ A5 എടുത്ത് എഴുതി. A5 ഈസ് ഈക്വൽ ടു ഏതെടുത്ത് എഴുതിയാൽ മതി. A5 ഈസ് ഈക്വൽ ടു A പ്ലസ് 4D. A5 എത്ര തന്നിരിക്കുന്നത്? 38 ആണ്. 38 ഈസ് ഈക്വൽ ടു A പ്ലസ് 4 ഇൻറ്റു ഡിയുടെ വില അവിടെ കിട്ടി 7. അതെടുത്ത് കൊടുത്തു. ഇനി അടുത്ത് അപ്പൊ എ നമുക്ക് അറിഞ്ഞിടാം. അപ്പൊ ഈ എ ഇവിടെ അതുപോലെ കിടക്കട്ടെ. ആ 28 ഇപ്പുറത്ത് വരുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 38 സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് ആവുമല്ലോ, ചിഹ്നം മാറുമല്ലോ. 38 മൈനസ് 28 ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 38 28 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 10. 28 പോയി കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും കിട്ടി. ഏതൊക്കെ കിട്ടി? എ ഈസ് ഈക്വൽ ടു 10 എന്നും കിട്ടി, ഡി ഈസ് ഈക്വൽ ടു 7 എന്നും കിട്ടി. എ സമം 10 എന്നും കിട്ടി, ഡി സമം 7 എന്നും കിട്ടി. ഇവിടെ ഇനി എന്ത് കണ്ടുപിടിക്കണം? A25 കണ്ടുപിടിക്കണം. A25 ഈസ് ഈക്വൽ ടു A25ന്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. A പ്ലസ് 24D. A പ്ലസ് 4D അല്ല, സോറി, A പ്ലസ് 24D. A പ്ലസ് 24D. അപ്പൊ എന്തോ എ ഇവിടെ കിട്ടിയത് 10 ആണ്. 10 പ്ലസ് 24 ഇൻറ്റു ഡി എത്ര കിട്ടിയത്? 7. A പ്ലസ് എ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 24 ഇൻറ്റു ഡി എത്ര കിട്ടിയത്? 7. അപ്പൊ 10 പ്ലസ് 24 ഇൻറ്റു 7 എത്ര? 24 ഇൻറ്റു 7 കുടിച്ചു നോക്കിയാൽ മതി. സൈഡിലോട്ട് കുടിച്ചു നോക്കണം. 24 ഇൻറ്റു 7 7 4 28 2 7 2 14 2 16 168. 7 4 28 62 7 2 14 2 16 168. അപ്പൊ 10 168 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 178. അപ്പൊ ഇവിടുത്തെ A25 എത്ര കിട്ടി? 178 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ചെയ്ത ആ സ്റ്റെപ്പുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ കാണണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കണം. അത് തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതണം. തന്നിരിക്കുന്നത് A5 പറഞ്ഞിട്ടുണ്ട്, A9 പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും എടുത്തെഴുതി. A25 ഒന്നുകൂടെ നോക്കണം. A25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി അടുത്ത് A25 മാത്രം കണ്ടുപിടിക്കണം. വേറെ തന്നിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ആദ്യം A25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? A പ്ലസ് 24D. അപ്പൊ അവിടെ നമ്മൾ ആ ഇക്വേഷൻ നോക്കുമ്പോൾ A പ്ലസ് 24D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും വേണം ഡിയും വേണം. A പ്ലസ് 24D എയും വേണം ഡിയും വേണം.
അപ്പൊ ആദ്യം ഒന്നുകിൽ എ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ആദ്യം ഡി കണ്ടുപിടിക്കാൻ പോയി. ഡിയുടെ ഇക്വേഷൻ എന്ത് വരുന്നു? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഡി കണ്ടുപിടിച്ചു. ഇത്ര എങ്ങനെ ഡി വന്ന് 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 എന്ന് വന്നു. അപ്പൊ എത്ര വരും? 66 38 പോയി കഴിഞ്ഞാൽ 28 ഡിവൈഡ് ബൈ 9 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ദാറ്റ് ഈസ് അപ്പം അവിടെ നമുക്ക് കിട്ടിയത് 7 എന്ന് കിട്ടി. 28 ബൈ 4 7 എന്ന് കിട്ടി. അപ്പൊ ആ 7 എടുത്തു, അവിടെ വെച്ചിരുന്നു. ഇനി A5 പോയി. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+4D ആണ്. A5 ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് 38 ആണ്. 38 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A+4 × 7 4 × 7 28. അപ്പൊ എക്ക് ഒരു മാറ്റവും ഇല്ലാതെ അവിടെ കിടക്കുന്നു. 38 A+28 എന്ന് വരും. എ മാത്രം ഇവിടെ ഇട്ടുകൊണ്ട് 28 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 38 പ്ലസ് സമത്തിന് ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് ആയിട്ടുള്ള നമ്പർ മൈനസ് ആയിട്ട് മാറിയ 38 മൈനസ് 28. അപ്പൊ A=10. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതുവരെ ആയിട്ടില്ല. കണ്ടുപിടിക്കേണ്ടത് A25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A+24D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വില 10, ഡിയുടെ വില 7. ദാറ്റ് ഈസ് 10 + 24 × 7 10 + 24 × 7 ഈസ് 168. അപ്പൊ ആൻസർ 178. സിമ്പിൾ ആയിട്ടുള്ള ആണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് 100 not 1 a term of the arithmetic sequence is 100 not 1 a term of the arithmetic sequence 18 24 85 etc. മലയാളോട് കേൾക്കാൻ വേണ്ടി പറയുക. 13 24 35 എക്സെട്ര 13 24 35 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പദമാണോ 101? 13 24 35 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പദമാണോ 101 എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു പദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. അപ്പൊ ഒന്നുകിൽ ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദമാണെങ്കിൽ ഒരേപ്പം 1 2 3 4 ഈ സീക്വൻസ് ഞാൻ എഴുതി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നാമത്തെ പദമാണ് 1, രണ്ടാമത്തെ പദമാണ് 2, മൂന്നാമത്തെ പദമാണ് 3, നാലാമത്തതാണ് 4, അഞ്ചാമത്തെ 5 അങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ പറയാം ഒന്നാമത്തേന്ന് പറയാം, അല്ലെങ്കിൽ അത് രണ്ടാമത്തേന്ന് പറയാം, അല്ലെങ്കിൽ മൂന്നാമത്തെ, അല്ലെങ്കിൽ 10ാമത്തെ, അല്ലെങ്കിൽ 20ാമത്തെ, അല്ലെങ്കിൽ 100ാമത്തെ, അങ്ങനെ എത്രാമത്തേന്ന് പറയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നോക്കിയാൽ മതി ഈ സീക്വൻസിന്റെ എത്രാമത്തെ പദം എന്ന് ഇതിനെ പറയാൻ കഴിയുന്നുണ്ടോ നോക്കണം. ഇതിന്റെ ഒന്നാമത്തെ പദം ഇതിനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും 13ആണ്. രണ്ടാമത്തെ പദം ഒന്നും പറയാൻ പറ്റത്തില്ല, 24ആണ്. മൂന്നാമത്തെ പദം ഒന്നും പറയാൻ പറ്റത്തില്ല, 35ആണ്. അപ്പൊ പിന്നെ നമുക്കുള്ള അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഇതിന്റെ 4ാമത്തെ പദമാണോ, 5ാമത്തെ പദമാണോ, 6ാമത്തെ പദമാണോ, അല്ലെങ്കിൽ 10ാമത്തെ പദമാണോ, അങ്ങനെ ഡൗട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇവിടെ ഈ കണക്കിൽ ഇത്രയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്ന് കണ്ടുപിടിക്കണം. കണക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്ന് കണ്ടുപിടിച്ചത് എത്രാമത്തെ പദമാണെന്ന് പറഞ്ഞു വെച്ചാൽ മതി. എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an - a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. an - a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. കാര്യം വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ഭാഗം പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഇവിടെ ഏറ്റവും ഇങ്ങനെ കുത്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ കിടന്ന നമ്പറിനെയാണ് ഞാൻ a എന്ന് എഴുതിയത്. ഇവിടെ കുത്തു മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? 101. ആ 101 ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ എഴുതി വെക്കണം. കുത്തിട്ട് അവസാനം എന്തുകൊണ്ട് എഴുതി വെച്ചു? 101 കൊണ്ട് എഴുതി വെച്ചു. എന്നിട്ട് അവിടെ ആ an സ്ഥാനത്ത് ഞാൻ എന്തിനെ എടുക്കണം? 101 എടുക്കണം. an is equal to 101. a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെടുക്കണം? ഫസ്റ്റ് ടൈം 13. അപ്പൊ an is equal to 101, a1 is equal to 13. an is equal to 101, a1 is equal to 13. അവിടുത്തെ കാര്യം ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഇനി ഒരു സാധനം കൂടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഡി ആണ്. ഡി കിട്ടാൻ വേണ്ടി ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ചെറിയൊരു സീക്വൻസ് ആണ് വന്നിരിക്കുന്നത്. ഡി കണ്ടുപിടിക്കാൻ എന്ത് വേണം? a2 - a1. ഏതെങ്കിലും അടുത്തടുത്ത രണ്ടെണ്ണത്തിന് കുറയ്ക്കണം. a2 - a1 ഈസ് ഈക്വൽ ടു a2 എത്ര? 24 - 13. 24 - 13 11 കിട്ടുമ്പോൾ രണ്ടെണ്ണത്തിന് കുറച്ചാൽ മതി. 24 - 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പൊ an കിട്ടി, a1 കിട്ടി, ഡിയും കിട്ടി. അപ്പൊ ഇക്വേഷനുള്ള എല്ലാം ആയി. അപ്പൊ എന്നെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? an വേണം, a1 വേണം, d വേണം. പ്ലസ് 1 അവസ്ഥ ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ബാക്കി an വേണം, a1 വേണം, d വേണം. അപ്പൊ എന്നിലോട്ട് പോയി n ഈസ് ഈക്വൽ ടു an കിട്ടിയത് 101 ആണ്. 101 മൈനസ് a1 കിട്ടിയ എത്ര? 13. 101 മൈനസ് a1 13 ഡിവൈഡഡ് ബൈ d എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 11. ഈ 11 പ്ലസ് 1. അപ്പൊ ലാസ്റ്റ് ടൈം 101 ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം 13 അതും ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഡി മാത്രം പറഞ്ഞിട്ടില്ല. ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ അറിയാം. രണ്ടെണ്ണം തന്നെ കുറച്ച് കൊടുത്താൽ മതി. അത് 11 പ്ലസ് 1. 101 നിന്നും
13 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? ചിന്തിച്ചു നോക്കാം. 101 നിന്ന് 13 കുറയ്ക്കണം. എത്ര കിട്ടും? കുറച്ച് നോക്കിയാൽ മതി. 88 കിട്ടുമല്ലോ. 101 നിന്ന് 13 പോയി കഴിഞ്ഞാൽ 88. 88 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 88 ഡിവൈഡഡ് ബൈ 11. 88 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ എത്ര? 88 ബൈ 11 ഈസ് ഈക്വൽ ടു 88 ബൈ 11 ഈസ് ഈക്വൽ ടു 8. 8 പ്ലസ് 1. 8 പ്ലസ് 1 എത്ര കിട്ടി? 9 കിട്ടി. അപ്പൊ 101 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ 9th ടേം ആണ്. 101 ഈ സമാന്തര ശ്രേണിയുടെ 9ാമത്തെ പദമാണ്. 101 എന്ന് പറയുന്നത് ഈ പോകുന്ന സമാന്തര ശ്രേണിയുടെ 9ാമത്തെ പദമാണ്. അപ്പൊ 9ാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്തൊരു പദമാണ്. അത് ആ സീക്വൻസിന്റെ 9ാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. യെസ് ഇറ്റ് ഈസ് എ ടേം. യെസ് ഇറ്റ് ഈസ് എ ടേം എന്ന് എഴുതാം. ഇനി അല്ലാതെ ഈ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ വേറെ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. 13 അടുത്ത് 24 35 ഈ വഴി ഉപയോഗിക്കരുത്. മറ്റത് ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇപ്പൊ 1000 2000 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം കിട്ടുന്നില്ല. ഇപ്പൊ 100 ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 13 24 അടുത്ത് 35 46 57 68 79 79 11 കൂട്ടി കഴിഞ്ഞാൽ 90 90 വീണ്ടും 11 കൂട്ടി കഴിഞ്ഞാൽ 101 എത്തിയല്ലോ. 101 പക്ഷെ ഇവിടെ ഇപ്പൊ 1000 ഒക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നോക്കിയിട്ടുള്ള വഴിയല്ല ഉപയോഗിക്കേണ്ടത്. ഏത് വഴി തന്നെ ഉപയോഗിക്കണം? ചെയ്യുന്ന വഴി തന്നെ ഉപയോഗിക്കണം. ജസ്റ്റ് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഒന്ന് ചെയ്യാൻ മറന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ കിട്ടും. അപ്പൊ അത് മനസ്സിൽ തന്നാൽ മതി. കണക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഈ വീട്ടിൽ ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്ത് ഒന്നുകൂടെ നോക്കിയോ. ഇവിടെ 101 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടേം ആണെങ്കിൽ അത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്നിന്റെ ഇക്വേഷൻ an - a1 / d + 1 അതാണ് എന്നിന്റെ ഇക്വേഷൻ. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നൽകിയത് എത്ര? 101. a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ദാറ്റ് ഈസ് 13. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കണം. രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a2 - a1. അപ്പൊ രണ്ടെണ്ണം തമ്മിൽ കുറച്ച് 24 13 പോയി കഴിഞ്ഞാൽ എത്ര വരും? 11 വരും. എന്നിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. എന്നീ സീക്വന്റ് പതിനകത്ത് എടുത്തിട്ട് കൊടുത്തു. 101 നിന്ന് 13 കുറച്ചു ഡിവൈഡഡ് ബൈ d എന്ന് പറയുന്നത് 11 + 1. 101 നിന്ന് 13 പോയി കഴിഞ്ഞാൽ 88 ഡിവൈഡ് ബൈ 11 + 1. 88 ഡിവൈഡ് ബൈ 11 എന്ത് വരും? 8 വരും. ഇതിനോട് ഒന്ന് കൂട്ടുമ്പോ 9 വരും. അപ്പൊ ഇത് 9ാമത്തെ ടേമാണ്. അതുകൊണ്ട് അതൊരു ടേമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ ആ വീഡിയോ ഒന്ന് നിർത്തി വെച്ചിട്ട് നിങ്ങൾ എന്താണോ അറിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്ന രീതി തന്നെയാണ് നിങ്ങൾ ചെയ്ത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരേ ഉത്തരവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത ഇതിന്റെ ബാക്കിയായിട്ട് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 1001 സീക്വൻസിന്റെ ആണോ? അപ്പൊ 13 24 സീക്വൻസിൽ ഒരു ടേം ആണോ? 13 24 35 എക്സെട്ര ഇങ്ങനെ പോകും. ഈ സീക്വൻസിൽ 1001 വരുന്നു നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 13 24 35 46 57 68 അങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത്. പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ 1000 വരെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമ്മൾ അല്ലാതെ തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ നേരത്തെ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ കോമയുടെ അവസാനം എന്തുകൊണ്ട് കൊടുക്കണം? 1001 കൊണ്ട് എഴുതി വെക്കണം. അപ്പൊ ഇവിടെ an അപ്പൊ എന്ത് കിട്ടി? an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1001 കിട്ടി. നേരത്തെ 101 പകരം ഇവിടെ 1001 ആണ് വരേണ്ടത്. അടുത്ത് a1 അപ്പൊ എത്ര കിട്ടും? a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 13. അടുത്ത d എന്ത് വരും? d രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കാം. 24 - 13 ഈ സീക്വൻസിൽ എത്ര വരും? 11 വരും. d കിട്ടിക്കഴിഞ്ഞു. ഇനി എന്നിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതണം. എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതിയിരിക്കണം. an - a1 ഡിവൈഡഡ് ബൈ d + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001 ആണ്. 1001 മൈനസ് a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്. 1001 - 13 ഡിവൈഡ് ബൈ d ഈസ് ഈക്വൽ ടു 11 + 1. 1001 നിന്ന് 13 പോയി കഴിഞ്ഞാൽ എത്ര വരും? ഇത് കുറച്ച് നോക്ക്. 1001 മൈനസ് 13 എത്ര വരും? അത് 988. 988 ഡിവൈഡ് ബൈ 11 + 1. ഇത് ഹരിച്ചു നോക്കണം. 988 ഡിവൈഡഡ് ബൈ 11 ഹരിച്ചു നോക്ക്. 98 ആകുമ്പോഴത്തേക്ക് 8 88 10 108 9 99 റിമൈൻഡർ 9. കണ്ടോ? ഇവിടെ നമ്മൾ ചെയ്തപ്പോ റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഇവിടെ 89 റിമൈൻഡർ 9 ആയിട്ട് കിട്ടുന്നുണ്ട്. റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ അറിയാന്നുള്ളത് ഒന്നുകിൽ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തണം. ഒന്നുകിൽ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇറ്റ് ഈസ് നോട്ട് എ ടേം എന്ന് എഴുതണം. ഇവിടെ വെച്ച് നിർത്തി നിങ്ങൾ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് നോട്ട് എ ടേം എന്ന് എഴുതണം. അപ്പൊ എങ്ങനെയാണ് ടേം അല്ലാന്ന് എഴുതിയത്? റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചോണം. 11 ഞാൻ ഡിവൈഡ് ചെയ്തു. ഒരു ടേം ആണോ എന്ന ചോദ്യത്തിന് ചെയ്തു വരുമ്പോൾ അവസാനം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അവസാനം ശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് ടേം അല്ല. ശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് ടേം അല്ല. തറപ്പിച്ചു പോകാൻ ടേം അല്ല. ഇനി ഇത് ചെയ്തു നോക്കണം എന്നുള്ളവരൊക്കെ ബാക്കിയോട് ചെയ്ത് കഴിച്ചാൽ 11 വരുമ്പോ ഇവിടെ എന്ത് വരും? ഒരു 0 കൊടുത്തു, ഒരു പോയിന്റ് കൊടുത്തു. അപ്പൊ ഇവിടെ 8 88 വീണ്ടും 2 വരും. വീണ്ടും 0 കൊടുക്കുക. വീണ്ടും 1 വരും. എവിടെ നിർത്താം? 89.81 എന്നൊക്കെ വരും. 89.81 പ്ലസ് 1
കൂട്ടുമ്പോ എത്ര വരും? 89 90.81 ഇവിടെ ഞാൻ കണ്ടുപിടിച്ചത് എന്നിന്റെ വിലയാണ്. എന്നിന്റെ വില കിട്ടിയത് 90.81. അവിടെ വെച്ച് എന്തുകൊണ്ടാണ് നിർത്തിയെന്ന് കൂടെ പറഞ്ഞത്. 90.81. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയപ്പോഴെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പൊ 1, 2, 3 ഈ ഒരു സീക്വൻസ് എഴുതിയപ്പോഴെല്ലാം ഞാൻ പറഞ്ഞത് എന്ത് വരുന്നത്? ഒന്നാമത്തെ ടേമാണ്, രണ്ടാമത്തെ ടേമാണ്, മൂന്നാമത്തെ ടേമാണ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം, 100ാമത്തെ ടേം, 200ാമത്തെ ടേം, 10ാമത്തത്, 50ാമത്തത് പറയാൻ പറ്റും. അതുപോലെ പറഞ്ഞു വരുമ്പോ എപ്പോഴെങ്കിലും ഞാൻ 1.5 1.5ാമത്തെ പദം എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ 1.6ാമത്തെ പദം എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ 17.28ാമത്തെ പദം എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ പദം പറയുമ്പോ എപ്പോഴും, എണ്ണം പറയുമ്പോ എപ്പോഴും ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തേനെ പറയത്തുള്ളൂ. ഒരിക്കലും 1.5ാമത്തത്, 1.6ാമത്തത്, 17.8ാമത്തത്, 24.3 അങ്ങനെയൊന്നും പറയത്തില്ല. അതായത് ഒരു പോയിന്റ് എടുത്ത് ഒരിക്കലും പറയത്തില്ല. ഒരു ടേമിലെ എണ്ണത്തിൽ ഒരു എണ്ണം പറയുമ്പോൾ നമ്മൾ എന്ത് പറയത്തില്ല? ടേം എടുത്ത് പോയിന്റ് എടുത്ത് നമ്മള് പറയത്തില്ല. ഡെസിമൽ ആയിട്ട് ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് ഇത് എന്തല്ലെന്ന് പറയാൻ പറ്റും? ടേമിന്റെ എണ്ണം ഒരിക്കലും ഒരു ഡെസിമൽ ആവത്തില്ല. ടേമിന്റെ എണ്ണം ഒരിക്കലും ഒരു ഡെസിമൽ ആവത്തില്ല. അതുകൊണ്ട് ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ അത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിർത്തിയാൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് സീക്വൻസ് അല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സമാന്തര ശ്രേണിയാണോ? ഇത് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്നല്ല, സമാന്തര ശ്രേണിയിലെ പദമല്ല, അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം അല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇത് ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. 1001 എടുത്തെഴുതിയിരിക്കണം. അപ്പൊ 101 ചെയ്തപ്പോൾ അവിടെ നമുക്ക് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവിടെ പോയിന്റ് വന്നില്ല. ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് പോയിന്റ് വന്നില്ല, അതുകൊണ്ട് അതൊരു പദമാണ്. 1001 ചെയ്തപ്പോൾ അവിടെ ഒരു പോയിന്റ് വന്നു, അതൊരു പദമല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. പദമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്നൊന്ന് മനസ്സിലാക്കണ്ടോ എല്ലാവരും? ഒരു നമ്പർ തന്നിട്ട് ഒരു സീക്വൻസും തന്നിരിക്കും, ഒരു നമ്പറും തന്നിരിക്കും. ആ സീക്വൻസിലെ ഒരു ടേം ആണോ ഈ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മാത്രം ചിന്തിക്കണം. ആ തന്നിരിക്കുന്നതിനെ A n ആയിട്ട് എടുക്കണം. സീക്വൻസിലെ ഒന്നാമത്തെ പദത്തെ A1 ആയിട്ട് എടുക്കണം. ആദ്യത്തെ രണ്ടെണ്ണം എടുത്ത് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് D കിട്ടും. എന്നിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. an മൈനസ് A1 ഡിവൈഡഡ് ബൈ D പ്ലസ് 1. ഇവിടെ നിർത്തണം. എന്നിട്ട് ആ an ആ തന്നിരിക്കുന്ന ലാസ്റ്റ് ടേം, A1 ആ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേം, D ആദ്യത്തെ രണ്ടെണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തടുത്ത രണ്ടെണ്ണം എടുത്ത് കുറയ്ക്കുന്നതാണ് D. അത് കിട്ടി. അപ്പൊ അത് എടുത്തിട്ട് കൊടുക്കാം. ഇവിടെ ഡിവൈഡ് ചെയ്ത് വരുമ്പം എവിടെയെങ്കിലും നമ്മൾ ഇതിനെ കുറച്ചു ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടിയാൽ എന്തല്ല? പദമല്ല, നോട്ട് എ ടേം. റിമൈൻഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പദമാണ്. ഇനി കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളവർ, അതാണ് അതിന്റെ കറക്റ്റ് വരുന്നത്. കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുന്നവരെന്താണ്? പോയിന്റ് കൊടുത്ത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നിന്റെ വില ഒരു പോയിന്റ് നമ്പറായിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്നിന്റെ വില ഒരു 10 കിട്ടിയാൽ ഇറ്റ് ഈസ് എ ടേം, 20 കിട്ടിയാൽ ഇറ്റ് ഈസ് എ ടേം, 21 കിട്ടിയാൽ ഇറ്റ് ഈസ് എ ടേം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ 41.28 കിട്ടിയാൽ അതൊരു ടേം അല്ല, 20.3 കിട്ടിയാൽ അതൊരു ടേം അല്ല. അപ്പൊ എന്താ ചിന്തിക്കേണ്ടത്? പോയിന്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ടേം കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ, എന്നെ കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അത് ടേം അല്ല. എന്നെ കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് വരുന്നില്ല എങ്കിൽ അതൊരു ടേമാണ്. ഇവിടെ വെച്ച് നമുക്ക് ആ മോഡൽ നിർത്താം. അപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്തോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, how many 3-digit numbers are there which leave a remainder 3 on division by 7? How many 3-digit numbers are there? 3-digit number എല്ലാവർക്കും അറിയാമല്ലോ. 100ൽ തുടങ്ങി 101 വഴി 102 വഴി കയറി ഇവിടെ വരെ പോകുന്ന 999 വരെ പോകുന്ന നമ്പറിനെയാണ് 3-digit numbers എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ 3-digit നമ്പർ ആയിട്ടുള്ള 100ൽ തുടങ്ങി എവിടെ വരെ പോകുന്നു? 999 വരെ പോകുന്നു. അപ്പൊ അടുത്ത് how many 3-digit numbers are there which leave a remainder 3 on division by 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 3 കിട്ടണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം. അപ്പം 7 കൊണ്ട് ഹരിക്കുമ്പോൾ, വളരെ പഠിക്കാൻ ശ്രദ്ധിച്ചോളെ, 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന എത്ര 3-digit നമ്പർ ഉണ്ടെന്ന്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന എത്ര 3-digit നമ്പർ ഉണ്ട്? എത്ര 3 അക്ക സംഖ്യ ഉണ്ട്? 3 അക്ക സംഖ്യ ആദ്യം എഴുതി വെക്കണം. 100, 101, 102. ഇതിന്റെ അകത്ത് എത്ര എണ്ണത്തിനെ ഞാൻ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 3 ശിഷ്ടം കിട്ടുന്ന കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യം 100നെ എടുത്ത് 7 കൊണ്ട് ഹരിക്കണം, പിന്നെ 101നെ എടുത്ത് 7 കൊണ്ട് ഹരിക്കണം, പിന്നെ 102നെ എടുത്ത് 7 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 999 വരെ പോകുന്ന എല്ലാ നമ്പറിനെ എടുത്ത് 7 കൊണ്ട് ഹരിക്കണം. അപ്പൊ എവിടെയൊക്കെ 3 റിമൈൻഡർ കിട്ടുമോ അതിനെല്ലാം എടുത്ത് ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഉത്തരം തരണം. അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു വിധേന എല്ലാം എടുത്ത് എല്ലാത്തിനെയും 7 കൊണ്ട് ഹരിച്ചിരുന്ന് അപ്പൊ 100 മുതൽ 999 വരെയുള്ള എല്ലാ സംഖ്യകളെയും 7 കൊണ്ട് ഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയം പോകുമെന്ന് ആദ്യം ആലോചിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രാക്ടിക്കൽ അല്ല. അത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ വഴി ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലോട്ട് കൊണ്ടുവരണം. 7 കൊണ്ടാണ് ഞാൻ ഹരിക്കുന്നത്.
അപ്പൊ 100നെ ഞാൻ ആദ്യം ഇവിടെ ആദ്യത്തെ ടൈം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. 100നെ ഞാൻ ആദ്യം 7 കൊണ്ട് ഹരിച്ചു നോക്കണം. 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? 100നെ 7 കൊണ്ട് ഹരിച്ചു 1 7 3 0 4 28 2. ഇവിടെ എത്ര റിമൈൻഡർ കിട്ടിയത്? റിമൈൻഡർ കിട്ടുന്ന നിർത്തണം. ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? 2 ആണ് കിട്ടിയത്. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തോ വേണ്ടത്? റിമൈൻഡർ 3 വേണം. റിമൈൻഡർ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് റിമൈൻഡർ 3 കിട്ടണം. ഇവിടെ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടിയത്? 2 ആണ് കിട്ടിയത്. എങ്കിൽ പിന്നെ അത് പറ്റത്തില്ല. അടുത്ത ഏതാ പോസിബിലിറ്റി ഏതാ? 101. 101നെ ഞാൻ 7 കൊണ്ട് ഹരിക്കുന്നു. 101നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 100 പറ്റത്തില്ല എങ്കിൽ 101നെ ഹരിക്കണം. 100 പറ്റുമെങ്കിൽ 101നെ ഹരിക്കണ്ട. 100 പറ്റാത്തതുകൊണ്ട് 101ലോട്ട് പോയി. 101നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 7 3 1 4 28. ഓക്കെ, കിട്ടിയല്ലോ. ഇതാണ് 3 കിട്ടി. ഇവിടെ 2 ആണ് കിട്ടിയത്, ഇവിടെ 3 കിട്ടി. അപ്പൊ കിട്ടേണ്ട ഉത്തരം എന്ത് നോക്കും? 3. അപ്പൊ 3 കിട്ടി. അപ്പൊ ആരെയാണ് നമുക്ക് ആദ്യമായിട്ട് 3 വന്ന ആരാണ്? 101 ആണ്. ആദ്യമായിട്ട് ഈ എഴുതിയ നമ്പറുകളിൽ ആദ്യമായി എനിക്ക് 3 റിമൈൻഡർ വന്നത് ആരാണ്? 7 കൊണ്ട് ഹരിച്ചപ്പം 101. അപ്പൊ ആദ്യമായി തന്നയാളിനെ A1 എന്ന് എഴുതി. A1 = 101. ആദ്യമായ റിമൈൻഡർ 3 തന്ന ആളാണ് എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ A1 എത്ര കിട്ടും? 101 എന്ന് കിട്ടും. അടുത്ത പേര് A2 എഴുതണം. A2 7 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പൊ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കൂടിപ്പോണം. 7 കൊണ്ട് ഹരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എത്ര വെച്ച് കൂടിപ്പോണ്ടത്? 7 വെച്ച് കൂടിപ്പോണം. അപ്പൊ 101 കഴിഞ്ഞാൽ അടുത്ത ആരായിരിക്കും തരുന്നത്? 7 കൂട്ടിയാൽ മതി. 101 കഴിഞ്ഞാൽ അടുത്ത് 3 റിമൈൻഡർ തരുന്ന ആരായിരിക്കും? 108 ആയിരിക്കും. അത് പറഞ്ഞതിൽ ഡൗട്ട് ഉള്ളവർ ഇങ്ങോട്ട് നോക്കിയോ. 108നെ ഞാനൊന്ന് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 108 ഹരിക്കും എന്ത് വരും? 1 7 3 38 5 35 3. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നാമത്തെ നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യത്തെ കണ്ടുപിടിക്കണം. അത് മനസ്സിലായല്ലോ. ആദ്യത്തെ ആളെ എടുക്കണം. കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ എടുക്കണം. അതും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ എടുക്കണം. എവിടെയാണോ ആദ്യം കിട്ടുന്നത് അവിടെ വരെ ചെയ്തു പോകണം. ആദ്യം കിട്ടുന്ന ആളിനെ A1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 എഴുതാം. A2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതാം. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടി പോകണം? ഏത് കൊണ്ടാണോ ഹരിക്കുന്നത് അതങ്ങ് കൂട്ടി കൊടുത്താൽ മതി. 101നോട് 7 അങ്ങ് കൂട്ടണം. ഇവിടെ 7 കൊണ്ടാണ് ഹരിച്ചത്. അതുകൊണ്ട് 101നോട് 7 കൂട്ടി എത്ര വരും? 108 വരും. ഇനിയിപ്പോ A1 കിട്ടി, A2 കിട്ടി. അപ്പൊ D എത്ര വരും? D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2വിൽ നിന്ന് A1 കുറച്ചാൽ ഏത് കൊണ്ടാണോ ഹരിക്കുന്നത് അത് തന്നെയാണ് അവിടുത്തെ D ആയിട്ട് വരുന്നത്. അപ്പൊ 108 101 കുറച്ചാൽ എന്താണ് അവിടെ വരുന്നത്? 7 വരും. അവരുടെ അർത്ഥം കഴിഞ്ഞാൽ 108 - 101 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 7. അപ്പൊ A1 കിട്ടി, A2 കിട്ടി, D കിട്ടി. ഇത് നമുക്ക് ലാസ്റ്റ് ടൈമും കൂടെ വേണം. എത്രയുണ്ട് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കിയോ? 100 മുതൽ 999 വരെയുള്ള അല്ലെങ്കിൽ 3 അക്ക സംഖ്യകളിൽ എത്ര എണ്ണത്തിന് എത്ര എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ n. ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. n ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n ന്റെ ഇക്വേഷൻ an - a1 ഡിവൈഡഡ് ബൈ d + 1. an - a1 ഡിവൈഡഡ് ബൈ d + 1. a1 എനിക്ക് കിട്ടി, d ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് കിട്ടിയില്ല? an കിട്ടിയില്ല. an കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. an കൂടെ കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴിയും? an കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് A1 എങ്ങനെ കണ്ടുപിടിച്ചത്? അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് n കണ്ടുപിടിക്കുന്നത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ A1 കണ്ടുപിടിക്കാൻ പോയത്. അപ്പൊ an കണ്ടുപിടിക്കാൻ എനിക്ക് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം? 999 നിന്ന് പുറകിലോട്ട് വരാം. 999 നിന്നും പുറകിലോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ അവിടുത്തെ ഏറ്റവും അവസാനത്തെ നമ്പർ എടുക്കണം. ഏറ്റവും അവസാനത്തെ നമ്പർ 999. 999 7 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 1 7 2 29 4 28 1 9. 7 വെച്ച് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 2 14 5. എത്ര വന്ന്? 5 വന്നു. പറ്റത്തില്ലല്ലോ. 5 വന്നുകൊണ്ട് പറ്റത്തില്ല. എത്ര വരേണ്ടത്? 3 ആണ് വരേണ്ടത്. ഇവിടെ കിട്ടിയത് 5. അപ്പൊ 999 അല്ല. ഇനി 998 നോക്കാം. 998 വരുമ്പോ എന്ത് വരും? 998/7. 998/7 അപ്പൊ എന്ത് വരും? 1 7. ഡിവിഷൻ വരെ ചെയ്ത് കാണിക്കുന്നുണ്ട്. 29 4 28 1 18 2 14 4. ഇവിടെ റിമൈൻഡർ എത്ര കിട്ടിയത്? 4 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പൊ അതുമല്ലേ. അപ്പൊ നേരത്തെ കിട്ടിയ റിമൈൻഡർ 5. ഇതേ ഈ ഡിവിഷൻ ചെയ്ത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മെത്തേഡ് മനസ്സിലാവണം. പരീക്ഷ കളിയിൽ നിന്ന് എല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നില്ല. 999 എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 998 ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ആ റിമൈൻഡർ വെച്ച് എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ 999 ചെയ്തപ്പോ എത്ര കിട്ടി? 5 ആണ് റിമൈൻഡർ കിട്ടിയത്. 998 കിട്ടിയപ്പോ ഏതാ റിമൈൻഡർ കിട്ടിയത്? 4 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പൊ അടുത്ത 997 ആണ് ചെയ്യാൻ പോകുന്നതെങ്കിലോ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. 997 ആണ് ചെയ്യുന്നതെങ്കിലോ 997 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോഴത്തേക്ക് 1 7 2 9 4 28 1 7 2 14 17 14 ഞാൻ വരും
3 വരും. കിട്ടി 3 കിട്ടി. 3ആണല്ലോ കിട്ടേണ്ടത്. 3 കിട്ടി. അപ്പൊ ആർക്കാ കിട്ടിയത്? 997. നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കാം. 999 ചെയ്തപ്പോൾ 5 കിട്ടി. 998 ചെയ്തപ്പോൾ 4 കിട്ടി. 997 ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പൊ നിങ്ങൾ ഈ 3 പ്രാവശ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു പ്രാവശ്യം 999 ചെയ്തപ്പോഴേ നിങ്ങൾക്ക് 5 കിട്ടിയെങ്കിൽ അപ്പോഴേ ചിന്തിക്കണം 998 ചെയ്താൽ 1 കുറയും, അതായത് 4 കിട്ടും. 997 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 996 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 2 കിട്ടും. അത് വെച്ച് നമുക്ക് ഇവിടെ എഴുതാമല്ലോ. അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടായാലും എഴുതാം. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ചു എഴുതാം. ചെയ്തേ എഴുതത്തുള്ളവർക്ക് അങ്ങനെയും എഴുതാം. അവരവര് മനസ്സിലായതുപോലെ എഴുതാം. അപ്പൊ അവിടെ എത്ര കിട്ടിയത്? 997 കിട്ടി. ഇവിടെ 997 കിട്ടി. 997. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഉത്തരം ചെയ്യാം. an മൈനസ് a1. an എത്ര? 997 മൈനസ് a1 എത്ര? a1 എഴുതിയിരിക്കുന്നത് 101 മൈനസ് 101 ഡിവൈഡഡ് ബൈ d എത്ര? d 7 പ്ലസ് 1. 997 നിന്ന് 101 കുറയ്ക്കണം. 997 നിന്ന് 101 കുറയ്ക്കണം. 7 നിന്ന് 1 പോയ 6, 9 അതുപോലെ 8 അതുപോലെ. ഇപ്പൊ എത്ര വന്ന്? 896 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. 896/7 പ്ലസ് 1. അപ്പൊ നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 896 ഡിവൈഡ് ബൈ 7. എന്ത് വരും? 896/7 1 7 9 2 2 14 5 6. എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ ഡിവൈഡും കൂടെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത്. ഡിവൈഡ് ചെയ്യാൻ അപ്പോഴാണെങ്കിലും കൂടി നോക്കണം. ഡിവൈഡ് ചെയ്യാൻ ഇവിടെ ഉത്തരം എഴുതി വെച്ചാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ 100 ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 128 വന്നു. പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 128 പ്ലസ് 1 129. അവിടെ നിർത്താലോ. എന്നിട്ട് 129 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? 100 മുതൽ 999 വരെയുള്ള 129 സംഖ്യകളെ 100 മുതൽ 999 വരെയുള്ള, അതായത് എണ്ണൽ സംഖ്യകളിൽ എവിടെ മുതൽ എവിടെ വരെയുള്ളതാ? 100 മുതൽ 999 വരെയുള്ള 129 സംഖ്യകളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. 100 മുതൽ 999 വരെയുള്ള 129 സംഖ്യകളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. അപ്പൊ ചെയ്തൊന്നുകൂടെ എല്ലാവരും മനസ്സിൽ കണ്ടോ? ഇവിടെ നോക്കിയോ? ഒന്ന് ജസ്റ്റ് നോക്കണം. എന്നിട്ട് അതൊന്ന് പറഞ്ഞു നോക്കണം. എങ്ങനെ പറഞ്ഞു നോക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഒന്ന് എടുത്ത് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സീക്വൻസ്, 3 ഡിജിറ്റ് നമ്പറിന്റെ ഒരു സീക്വൻസ്. 3 ഡിജിറ്റ് നമ്പറിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ തുടങ്ങും? 100 101 102 103 എവിടെ വരെ പോകും? 998 999 നിൽക്കും. 1000 തൊട്ടും പോലെ. അപ്പൊ അതിന്റെ അകത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളിൽ എത്ര എണ്ണത്തിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. എത്ര എണ്ണത്തിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും എത്ര എണ്ണത്തെ എന്നുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? n നമ്പർ ഓഫ് ടൈംസിനാണ് സൂചിപ്പിക്കുന്നത്. n എന്ന് പറയുമ്പോൾ എന്നിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതാം. an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. അപ്പൊ ഇവിടെ നമ്മുടെ എന്നിന്റെ ഇക്വേഷൻ an മൈനസ് a1 എണ്ണം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എഴുതണം an മൈനസ് a1 ഡിവൈഡ് ബൈ d പ്ലസ് 1. അപ്പൊ an വേണം, a1 വേണം, d വേണം, പ്ലസ് 1 വേണം. ഇനി അടുത്ത് a1 നോക്കാം. a1 നോക്കുന്നത് ഇവിടെ അങ്ങോട്ട് പോവാം. അപ്പൊ 100നെ ഞാൻ ഒന്നാമത്തെ ടേം ഏതാ? 100നെ എടുക്കണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 100നെ എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുമെന്ന് നോക്കണം. റിമൈൻഡർ 3 കിട്ടിയില്ലല്ലോ, നമുക്ക് നേരത്തെ കിട്ടിയില്ല. അപ്പൊ അടുത്തെന്ത് വേണം? 101നെ എടുക്കണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 101നെ എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണമെന്ന് നോക്കണം. അവിടെ കിട്ടി. അപ്പൊ അതിന് എന്തെന്ന് എഴുതി വെക്കണം? a1 എന്ന് എഴുതി വെക്കണം. അതിന് എന്തെന്ന് എഴുതി വെച്ചാൽ a1 എന്ന് എഴുതി വെച്ചു. അടുത്തത് അപ്പൊ അവിടെ വെച്ച് നിർത്താം. ഇല്ല, അത് കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ എന്തിലോട്ട് പോകും? 102ലോട്ട് പോകും. അത് കിട്ടുന്നില്ലെങ്കിൽ 103ലോട്ട് പോകും. അങ്ങനെ കിട്ടുന്ന വരെ പോകണം. കിട്ടുമ്പോൾ എന്തെന്ന് എഴുതി വെക്കണം? a1 എന്ന് എഴുതി വെക്കണം. ഇനി അടുത്ത ടൈം എന്തായിരിക്കും? അതിനോട് എത്ര കൂട്ടുന്നതായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 7 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ 8 കിട്ടാൻ വേണ്ടി എന്ത് വരും? 101നോട് 7 കൂട്ടി കഴിഞ്ഞാൽ 108. അപ്പൊ അത് ഡൗട്ട് ഉള്ളവർ 108നെ ഒന്ന് 7 കൊണ്ട് സൈഡിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയോളൂ. 3 റിമൈൻഡർ കിട്ടും. അപ്പൊ 101 108 ഇത്ര കിട്ടും. അപ്പൊ അവിടെ നമുക്ക് ഡി എങ്ങനെ എഴുതാം? 108 101 പോയി കഴിഞ്ഞാൽ എത്ര വരും? 7 എന്ന് വരും. അപ്പൊ ഡിയും കിട്ടി. ഇനി അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇനി വേണ്ട an വേണം. an കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. എങ്ങനെ വരും? 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 998നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 997നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യണം. അപ്പൊ അവിടെ വരുമ്പോ ആദ്യം ആരാണ് റിമൈൻഡർ 3 വരും നോക്കണം. 999നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. 98നെ ഡിവൈഡ് ചെയ്തപ്പോഴും കിട്ടിയില്ല. പിന്നെ 6 ഡിവൈഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 997നെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി. അപ്പൊ അതിനെ എന്തെന്ന് എഴുതി വെക്കണം? an is equal to 997 എന്ന് എഴുതണം. അപ്പൊ a1 101, an 997. അപ്പൊ n എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n is equal to an minus a1 by d plus 1. അപ്പൊ an എന്ന് പറഞ്ഞാൽ 997
മൈനസ് 101 ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്ലസ് 1. അപ്പൊ 997 101 പോയി കഴിഞ്ഞാൽ 896 ഡിവൈഡ് ബൈ 7 പ്ലസ് 1. 896 7 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് എത്ര? 128 പ്ലസ് 1. 128 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 129. അപ്പൊ അതിനർത്ഥം ഇനി 129 ടേംസ് കിട്ടും. എന്ത് ടേംസ് ആ കിട്ടിയത്? 129 ടേംസ് ഉണ്ട്. ഏതാ? 100 മുതൽ 999 വരെ. ദാറ്റ് ഈസ് മൂന്നക്ക സംഖ്യകൾ, 3 ഡിജിറ്റ് നമ്പര്. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 തരുന്നു. 3 ഡിജിറ്റ് നമ്പര് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ തരുന്ന എത്ര എണ്ണം ഉണ്ട്? 129 ഉണ്ട്. 3 ഡിജിറ്റ് നമ്പര് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ തരുന്ന എത്ര എണ്ണം ഉണ്ട്? 129 ഉണ്ട്. അവിടെ നടന്നു. നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ചെയ്ത എല്ലാ കണക്കുകളും ആദ്യത്തെ ഒരെണ്ണം മാത്രം നമ്മൾ എന്നിന്റെ ഇക്വേഷൻ ഇട്ട് ചെയ്തു. ബാക്കി ചെയ്ത 3 കണക്കുകൾ എന്തിട്ടാ ചെയ്ത്? വെറും എന്നിന്റെ ഇക്വേഷൻ എന്നാണ് കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കണം. അത് എളുപ്പമുള്ള കണക്കുകൾ എന്നല്ല. ഇനി അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ പുസ്തകം കണ്ട അതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്യാനൊന്നുമില്ല, ആ ടേബിൾ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കണം. ഏതെങ്കിലുമൊക്കെ ഒന്ന് ബോക്സ് ഇങ്ങനെ നടക്കുന്നത് 1 ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് സെൻഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാൻ നോക്കാം. ഞാൻ അതിന് ചെയ്യുന്നില്ല. 4, 7, 20 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതൊരു ടേബിളാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഈ എഴുതുന്ന എല്ലാ അരിത്തമെറ്റിക് സീക്വൻസ്, ഈ റോ നോക്കിയാലും ഇങ്ങനെ, ഈ കോളം നോക്കിയാലും ഈ കോളം നോക്കിയാലും ഈ റോ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ നമ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരെണ്ണം തന്നെ ഇത് 1, 2, 3, 4 എന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ. അടുത്ത് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1, 3, 5, 7 എന്ന് എഴുതാം. അപ്പൊ 2 എണ്ണം ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ ഹോംവർക്ക് ആണത്. ബാക്കി ചെയ്ത് അതുപോലെ വരണം. അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരണം. എവിടെ കൂടെ നോക്കിയാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. എന്നിട്ട് ആ നമ്പർ മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ നമ്പർ ഇട്ട് നോക്കിയാൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ചെയ്ത് നോക്കണം. കിട്ടുമോ എന്നുള്ളത് ചെയ്ത് നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സെഷനാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രയിലോട്ടാണ് പോകുന്നത്. ജസ്റ്റ് ആ കണക്കൊന്ന് ചെയ്ത് നോക്കാൻ. ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസിലോട്ട് പോകുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര നേരത്തെ പറഞ്ഞ കാര്യമേ ഉള്ളൂ. എന്തോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. a+n-1 ഇത് ഉപയോഗിച്ച്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ജനറൽ ടേംസ്, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ടേം ഒക്കെ എഴുതാൻ പറ്റും. ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ടേംസ് ഒക്കെ എഴുതാൻ പറ്റും. ജനറൽ ടേംസ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ജനറൽ ടേം ഞാൻ എഴുതുന്നപ്പോൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നോക്കിയോ. റൈറ്റ് ദ ജനറൽ ടേം ഓഫ് എ സീക്വൻസ്. റൈറ്റ് ദ ജനറൽ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് പറയാം. AS എന്നും പറയാം, AT എന്നും പറയാം. AS വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 2. ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 2 എന്ന് പറഞ്ഞാൽ ജനറൽ ടേം എഴുതാനാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. മലയാളം മീഡിയം ശ്രദ്ധിച്ചു. ഇനി റൈറ്റ് ജനറൽ ടേം 1-ാം പദം 5-ഉം പൊതുവ്യത്യാസം 2-മായ 1-ാം പദം 5-ഉം പൊതുവ്യത്യാസം 2-മായ സമാന്തര ശ്രേണിയുടെ പൊതുവായ ബീജഗണിത, പൊതു ബീജഗണിത രൂപം എഴുതുക. അല്ലെങ്കിൽ പൊതുവായ പദം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പൊതുപദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ബീജഗണിത രൂപം എഴുതാനാണ്. 1-ാം പദം 5, പൊതുവ്യത്യാസം 2. 1-ാം പദം 5-ഉം പൊതുവ്യത്യാസം 2-മായ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക, അല്ലെങ്കിൽ പൊതുവായ പദം കണ്ടുപിടിക്കുക. ഇംഗ്ലീഷ് മീഡിയംകാർ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജനറൽ ടേം എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നും പറയാം. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നും പറയാം. ഇതൊന്നും അല്ലെങ്കിൽ ഫൈൻഡ് ദ nth ടേം എന്നും പറയാം. മലയാളം മീഡിയംകാർക്ക് n-ാം പദം കണ്ടുപിടിക്കുക എന്ന് പറയാം. എങ്ങനെയൊക്കെ പറയാം? ആദ്യം ഇംഗ്ലീഷ് മീഡിയംകാർ 3 വാക്ക് ശ്രദ്ധിച്ചോ. ഒന്നുകിൽ റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഓഫ് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 2. അല്ലെങ്കിൽ റൈറ്റ് ദ ജനറൽ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 2. അല്ലെങ്കിൽ ഫൈൻഡ് ദ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 2. മലയാളം മീഡിയംകാർ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. 1-ാം പദം 5-ഉം പൊതുവ്യത്യാസം 2-മായ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക, പൊതുവായ പദം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കുക. അപ്പൊ 3 രീതിയിൽ നമുക്ക് പറയാം. എങ്ങനെ പറഞ്ഞാലും ചെയ്യാൻ ഇത്രയേ ഉള്ളൂ.
പൊതുവായ പദം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ എ എന്നിന്റെ ഇക്വേഷൻ എഴുതണം. എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ നോക്കിയോ, എ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്. അതിനകത്ത് ഞാൻ എ ആ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇസ് 5, ഒന്നാം പദം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി പറഞ്ഞിട്ടുണ്ട്, ഡി കോമൺ ഡിഫറൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞിരിക്കുന്നത്? 2. ഇവിടെ എന്ത് മാത്രം പറഞ്ഞിട്ടില്ല? n മാത്രം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ജനറൽ ടൈം എഴുതുമ്പോൾ n എന്ന് പറയുന്ന ഒരു സംഭവം ക്വസ്റ്റ്യൻ പറയത്തില്ല. അത് എന്തിട്ട് തന്നെ എഴുതണം? എന്നിട്ട് തന്നെ എഴുതണം. നോക്കണം, എ എൻ ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാൻ പറ്റും? എ എൻ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എ പ്ലസ് ദാറ്റ് ഈസ് 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 മാറ്റം കൊടുക്കരുത്. നമ്മൾ നേരത്തെ ചെയ്ത കണക്കിനെല്ലാം എന്ന് പറയും. 10ാം തീയതി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 10 മൈനസ് 1 ഇവിടെ 9 എഴുതും. 100ാമത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 100 മൈനസ് 99 എഴുതും. 25 ആകുമ്പോൾ 25 മൈനസ് 1 24 ഡി എഴുതും. 50ാമത്തെ ആകുമ്പോൾ 50 മൈനസ് 1 49 ഡി എഴുതും. എന്നാമത്തെ എന്ന് പറയുമ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി തന്നെ എഴുതും. അപ്പൊ ഇതിങ്ങനെ വരും. അപ്പൊ എന്ത് വരും? 5 അതുപോലെ 5 പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡി മാറ്റി കൊടുക്കണേ. ഡി എത്ര അവിടെ തന്നിരിക്കുന്നത്? 2. ഡി ഇവിടെ 2 വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് അകത്തോട്ട് വരെ വരട്ടെ. 2 ഇൻറ്റു n 5 പ്ലസ് 2. 2 ഇങ്ങോട്ട് വന്നാലോ? മൈനസ് 2. അപ്പം 5 പ്ലസ് 2 ഇൻറ്റു n 2n മൈനസ് 2. 5 പ്ലസ് 2n മൈനസ് 2. ആ എന്നിന്റെ പദമായിട്ട് നമുക്ക് ആദ്യം എഴുതാം. 2n എടുത്ത് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് 2n. 5 മൈനസ് 2 ഈസ് പ്ലസ് 3. 5 മൈനസ് 2 ഈസ് 3. ഇപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 2n എടുത്ത് ആദ്യം എഴുതി 2n പ്ലസ് 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 എഴുതി. അപ്പൊ എങ്ങനെ അതിന്റെ ജനറൽ ടൈം എങ്ങനെ എഴുതാൻ പറ്റി? 2n പ്ലസ് 3. സിമ്പിൾ ആയിട്ട് ഇളക്കാരെ ഒന്നുകൂടെ നോക്കിയോ. ജനറൽ ടൈം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എന്താ അവിടെ കാണാൻ പഠിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജനറൽ ടൈം അല്ലെങ്കിൽ എന്ത് ടൈം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പൊതുവായ ബീജഗണിത രൂപം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് മാത്രം ചെയ്യരുത്? എന്നിന് വിലയിട്ട് കൊടുക്കരുത്. എന്നിന് വിലയിട്ട് കൊടുക്കാതെ എക്കും ഡിക്കും മാത്രം വിലയിട്ട് കൊടുത്ത് എന്നിനെ എന്നായിട്ട് തന്നെ എഴുതിയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയോ, എ എന്നിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതണം. എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അവിടെ എ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡി 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്നിന്റെ അപ്പൊ എങ്ങനെ വരും? എ 5 ആയതുകൊണ്ട് 5 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 2 എന്ന് വരും. അപ്പൊ 5 പ്ലസ് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് 2 ഇൻറ്റു n 2n മൈനസ് 2 ഇങ്ങനെ വരും. 2n അതുപോലെ 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3. അപ്പൊ 2n പ്ലസ് 3. ഇതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതുന്ന മെത്തേഡ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതുന്ന മെത്തേഡ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവിടെ ഒരു n ഉണ്ടായിരിക്കും. ഇതായിരിക്കും അവിടുത്തെ ഫോം. an പ്ലസ് ബി അല്ലെങ്കിൽ xn പ്ലസ് y എന്തെങ്കിലും ഒരു ഫോം, അല്ലെങ്കിൽ un പ്ലസ് ബി എന്തെങ്കിലും, mn പ്ലസ് ബി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. പല രീതിയിൽ പറയാം. mn പ്ലസ് ബി എന്തെങ്കിലും, അല്ലെങ്കിൽ mn പ്ലസ് ബി പല രീതിയിൽ എഴുതും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു നമ്പർ കാണും, ഒരു n കാണും, വേറൊരു കോൺസ്റ്റന്റ് നമ്പർ കാണും. അതിന്റെ ഇടയ്ക്ക് പ്ലസോ മൈനസോ കാണും. ഇങ്ങനെ എന്നിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ കാണും, പ്ലസ് 3n. അപ്പൊ അല്ലെങ്കിൽ ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോമിൽ എന്നിലുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോം ആയിരുന്നു. എക്സാമ്പിളോട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ചിലപ്പോ ഇങ്ങനെ വരും, 5n പ്ലസ് 2 എന്ന് വരും. ചിലപ്പോ 3n മൈനസ് 1 എന്ന് വരും. ചിലപ്പോ n മൈനസ് 3 എന്ന് വരും. ചിലപ്പോ 7n പ്ലസ് 7/3 ഇങ്ങനെയൊക്കെ വരാം. എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ ഇതാണ് ഫോം. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എന്തായിരിക്കും? ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. n ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. കൂടെ എന്ത് കാണും? n കാണും. അപ്പൊ ഇങ്ങനെയാണ് സീക്വൻസിന്റെ ജനറൽ ടേം എഴുതുന്നത്. അത് അടുത്തതിലോട്ട് പോവാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ പേജില് 26ാമത്തെ ക്വസ്റ്റ്യനാണ്. 26ാമത്തെ പേജിലാണ് കിടക്കുന്നത് പുസ്തകത്തിൽ. ഇവിടെ പുസ്തകം നോക്കിക്കോണം. ചിലപ്പോൾ അതായിരിക്കത്തില്ല. ഇത് നോക്കിയാൽ മതി. സംസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് മുമ്പ് കിടക്കുന്ന എക്സസൈസ് ആണ്. സംസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്, തുക എന്ന് പറഞ്ഞിരിക്കുന്ന ഹെഡിങ്ങിന് തൊട്ട് മുമ്പ് കിടക്കുന്ന എക്സസൈസ് ആണ്. അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ കണക്ക് നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് ഒന്നാമത്തിലോട്ടൊക്കെ പോവാം. രണ്ടാമത്തെ കണക്കെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 1. ക്വസ്റ്റ്യൻ നല്ലോണം കേട്ടോണേ. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 1. ഒരു സമാന്തര ശ്രേണിയുടെ മലയാളമീഡിയംകാർ ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 1 ആണ്. ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100 എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എസ് എന്ന് പറഞ്ഞൊരു വാക്ക് കൊണ്ടുവരുന്നു. സം എന്നുള്ള അർത്ഥത്തിൽ S4 ഈസ് ഈക്വൽ ടു 100. എസ് എന്ന് ചുമ്മാ എഴുതിയിരിക്കുക. സം എന്ന് പറയുന്ന വാക്കുകളോടാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്ത്? സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്ര? 100. അപ്പൊ ഒന്നാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 1ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100മാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 1ഉം
ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 എങ്കിൽ അതെന്ത് എഴുതണം? ആ സമാന്തര ശ്രേണി നമുക്ക് എഴുതാൻ പറ്റുമോ നോക്കണം. എഴുതാൻ പറ്റുമോ? എഴുതാം. അപ്പൊ ഒന്നാം പദം 1, ആദ്യത്തെ 4 പദങ്ങളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഒന്നാമത്തെ പദമുണ്ട്, രണ്ടാമത്തെ ടേമുണ്ട്, മൂന്നാമത്തെ ടേമുണ്ട്, നാലാമത്തെ ടേമുണ്ട്. ഒന്നാമത്തെ ടേം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെ എടുക്കുന്നു? എ എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ടേമിൽ നമുക്ക് എങ്ങനെ പറയാം? A2. മൂന്നാമത്തെ ടേമിൽ എങ്ങനെ പറയാം? A3. നാലാമത്തെ ടേമിൽ എങ്ങനെ പറയാം? A4. അപ്പൊ S4 എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 4 എന്ത് ചെയ്യുന്നു? കൂട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുക സം എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? 5ന്റെ 6ന്റെയും കൂടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5+6 = 11 തന്നെ പറയുന്നത്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഉള്ളിതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പദവും രണ്ടാം പദവും മൂന്നാം പദവും നാലാം പദവും കൂട്ടും. ഇത് 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടും. 4 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. ഏതൊക്കെ 4 തമ്മിലാണ് കൂട്ടുന്നത്? എയും. A2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? A+D. A3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? A+2D. A4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? A+3D. ഇത്രയും കൂടെയാണ് കൂട്ടുന്നത്. ഒരു എയും രണ്ടാം പദമായിട്ടുള്ള A+Dയും മൂന്നാം പദമായിട്ടുള്ള A+2Dയും നാലാം പദമായിട്ടുള്ള A+3Dയും കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 100 കിട്ടിയത്. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം നമുക്ക്. ഇങ്ങനെ കൂട്ടാം. A+B+. ഫസ്റ്റ് ടൈം ഇത് ഇത്ര A+D എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം. അടുത്ത എങ്ങനെ വരും? തേർഡ് ടൈം ദാറ്റ് ഈസ് A+2D പ്ലസ് ഫോർത്ത് ടൈം ദാറ്റ് ഈസ് A+3D. ഇവിടെ കൂട്ടിയപ്പോ എനിക്ക് എന്ത് കിട്ടി? 100 കിട്ടി. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാം പദം 1 ഫസ്റ്റ് ടൈം 1 പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 4 ടൈംസ് ആണ് 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് 4 ടൈംസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാണല്ല. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം ഇത്രയും കൂടെ കൂട്ടുന്നതാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം പദത്തിന് ഞാൻ A എന്ന് എടുക്കുന്നു. സെക്കൻഡ് ടൈം ആകുമ്പോൾ എന്തുണ്ട്? ഒരു ഡിയും കൂടെ വരും. A+D എന്ന് വരും. തേർഡ് ടൈം ആകുമ്പോൾ A+2D എന്ന് വരും. ഫോർത്ത് ടൈം ആകുമ്പോൾ A+3D എന്ന് വരും. ഇത്രയും കൂടെ കൂട്ടിയാൽ 100 വരും. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? A+B+, A+2D+, A+3D = 100. എകളെല്ലാം കൂടെ കൂട്ടിയെടുക്കണം, ഡികളെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. എകളെല്ലാം കൂടെ കൂട്ടിയെടുക്കാൻ ഒന്നുമില്ല. ദാ ഒരു A കിടക്കുന്നു, A. ദാ വീണ്ടും ഒരു A കിടക്കുന്നു, A. ദാ വീണ്ടും ഒരു A കിടക്കുന്നു, A. ഇവിടെ വരെ കിടക്കുന്നു. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? A, 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 A. That is equal to 4. 1, 2, 3, 4. 4 ആയാലോ. ഇനി ഡികളെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നു. ഡി കൂട്ടിയെടുക്കാൻ വല്ല പാടുണ്ടോ? ഇവിടെ ഡി ഇല്ല. ഇവിടെ ഒരു ഡി, 2 ഡി, 3 ഡി. ഡി, 2 ഡി, 3 ഡി. ഡിയും 2 ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ D+2D = 3D. വീണ്ടും ഒരിക്കൽ കൂടെ 3 ഡി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 6 ഡി വരും. 4A + 6D = 100. മനസ്സിലാവാത്ത ഒന്നുകൂടെ നോക്കിയോ. ഇവിടെ എത്ര A ഉണ്ടെന്ന് നിങ്ങൾ എണ്ണിക്കോ. 1, 2, 3, 4. 4A. ഇനി എത്ര ഡി ഉണ്ടെന്ന് എണ്ണിക്കോ. ഇവിടെ ഒരു ഒരെണ്ണം, ഇവിടെ ഒരു 2 എണ്ണം, ഇവിടെ ഒരു 3 എണ്ണം. 1, 2, 3, 3, 3, 6. അപ്പൊ എന്ത് വരും? അവിടെ 6 ഡി. അപ്പൊ 4Aയും ഉണ്ട്, 6 ഡിയും ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100 എന്ന് കിട്ടുന്നത്. ഇനി എയുടെ വില ഇട്ട് കൊടുക്കാം. എയുടെ വില A 1 ആണ്. എയുടെ വില ഇട്ട് കൊടുത്ത് എന്ത് വരും? എയുടെ വില 1 ആയതുകൊണ്ട് 4 × 1 എന്ത് വരും? 4 × 1. ഡിയുടെ വിലയാണല്ലോ നമുക്ക് അറിവുള്ളത്. +6D = 100 എന്ന് വരും. 4 × 1 എന്ന് പറഞ്ഞാൽ എത്ര? 4 + 6D = 100. 4 + 6D = 100. ഡൗട്ട് ഉള്ളത് നോക്കണേ. ഇവിടെ A D കൂട്ടിയെടുത്തിട്ട് എയുടെ വില ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ട് 4 × 1 + 6D = എന്ന് വരും? 100 എന്ന് വരും. അപ്പൊ 4 + 6D = 100 എന്ന് വരും. ബാക്കി ഒരു ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. അത് നോക്കിയോ, ജസ്റ്റ് നോക്കിയോ. 4 + 6D = 100 വന്നു. അപ്പൊ 6D എന്ത് വരും? 4 അങ്ങ് സമത്തിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മൈനസ് ആവുമല്ലോ. 100 - 4. 100 - 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 96. 6D = 96. D = 96/6. 96/6 എന്ത് വരും? D = 96/6 എന്ന് പറഞ്ഞാൽ 16. D = 96/6. That is equal to 16. 96/6 16. നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതണം. സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടത്തെ അറിഞ്ഞൂടാ, ഇവിടത്തെ അറിഞ്ഞൂടാ, ഇവിടെ ഒരാണ് എഴുതേണ്ടത്. 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ 16 കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 17 കൂട്ടും. പിന്നെ ഒന്നുകൂടെ കിട്ടുമ്പം 17 16 33. ഒരു പ്രാവശ്യം കൂട്ടുമ്പം 49. കിട്ടിയതാണോ? ഇങ്ങനെ കിട്ടിയത് ഫസ്റ്റ് ടൈം 1 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ എഴുതി 1. ഡി ഇവിടെ നമ്മൾ ചെയ്തപ്പോ 16 എന്ന് കിട്ടി. അപ്പൊ 1നോട് 16 കൂട്ടിക്കഴിഞ്ഞാൽ 17. 17നോട് ഒന്നുകൂടെ 16 കൂട്ടിക്കഴിഞ്ഞാൽ 33. 33നോട് ഒന്നുകൂടെ 16 കൂട്ടിക്കഴിഞ്ഞാൽ 49. അങ്ങനെ 1, 17, 33, 49. ഇങ്ങനെയാണ് ആ സീക്വൻസ് കിട്ടിയത്. ഒന്നുകൂടെ പറഞ്ഞുതരാം സ്റ്റെപ്പ്.
നിങ്ങൾ അത് ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് എഴുതിയെടുത്ത് ഒന്നുകൂടെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നത് ഒന്നുകൂടെ നോക്കി. 4 ടേം 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100, ഒന്നാമത്തെ ടേം 1. അപ്പൊ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100, ഒന്നാമത്തെ ടേം 1. നമ്മുടെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെയാ വരുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ എല്ലാം പറയാം. ഒന്നാമത്തെ A1, A2, A3, A4. A1 എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാലോ A+D, A3 എന്ന് പറഞ്ഞാലോ A+2D, A4 എന്ന് പറഞ്ഞാലോ A+3D. അപ്പൊ എങ്ങനെ വരുന്നത്? A+D, A+2D, A+3D. ഇത്രയും വരും. അതിനകത്ത് A എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എന്ത് വരും? A+A+A+A. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4. D വരുമ്പോഴോ 1D, 2D, 3D. ഡിയും 2D കൂടെ ആകുമ്പോൾ 3D, 3D, 3D കൂടെ ആകുമ്പോൾ എത്ര വരും? 6D എന്ന് വരും. A കൊടുക്കുമ്പോൾ Aയുടെ വരെ കൊടുക്കുമ്പോൾ 4 × 1 + 6D = 100. 4 + 6D = 100. 4 അപ്പുറത്ത് പോകുമ്പോൾ 6D = 100 - 4 = 96. D = 96. ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 16. അപ്പൊ A എനിക്ക് 1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. D ഇവിടെ ചെയ്തപ്പോൾ 16 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും സീക്വൻസിനെ? 1, എത്ര കൂട്ടണം? D 16 കൂട്ടണം. 1, 17, 33, 49, etc. അങ്ങനെയാണ് 4 ടേം കണ്ടുപിടിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചെയ്യാം, മൂന്നാമത്തെ എടുക്കാം. മൂന്നാമത്തെ എത്രയേ ഉള്ളൂ? പ്രൂവ് ദാറ്റ് ഫോർ എനി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. Consecutive terms, prove that for any consecutive terms of an arithmetic sequence, the sum of the two terms on the two ends and the sum of the two terms in the middle are same. ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നുമില്ല, എളുപ്പമാണ്. എന്താ ക്വസ്റ്റ്യൻ എന്തുവാ? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് ടേംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അടുത്തടുത്ത പദങ്ങളാണ്. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും അടുത്തടുത്ത 4 പദങ്ങൾ എടുക്കുന്നു. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ടേംസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ടു ടേംസ് ഓൺ ദ ടു എൻഡ്സ്, 2 വശങ്ങളിലുമുള്ള പദങ്ങളുടെ തുകയും അടുത്ത് സം ഓഫ് ടു ടേംസ് ഓൺ ദ മിഡിൽ ആർ സെയിം, മിഡിലുള്ള പദങ്ങളുടെ തുകയും സെയിം ആണ്. 4 ടേം എടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് പറയാം. സിമ്പിൾ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് എപ്പോഴും ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യം മലയാളം മീഡിയം ശ്രദ്ധിച്ചോളെ. ഏതൊരു സമാന്തര ശ്രേണിയിലും ഏറ്റവും 2 അറ്റങ്ങളിലുള്ള സംഖ്യകൾ കൂട്ടുന്നതും 2 എൻഡിലുള്ള സംഖ്യകൾ കൂട്ടുന്നതും അടുത്ത മിഡിലുള്ള സംഖ്യകൾ, മധ്യത്തിലുള്ള 2 സംഖ്യകൾ കൂട്ടുന്നതും തുല്യമായിരിക്കും തെളിയിക്കണം. ഒന്നുമില്ല. ഇവിടെ താഴെ 1 ആണ് ഈ അറ്റം. ഈ അറ്റം എത്ര? 4. 1 + 4 എന്ത് വരും? 5 വരും. ഇതാകുമ്പോഴോ 2 + 3 എത്ര വരും? 5 വരും. ഇതാണ് മിഡിലുള്ളത്. അപ്പൊ മിഡിലുള്ള 2 കൂടെ കൂട്ടിയതും ഈ വശത്തുണ്ടായിരുന്ന 2 കൂടെ കൂട്ടിയതും തമ്മിൽ ഒരേ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ ഇവിടെ തെളിയിക്കാൻ. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി ചെയ്താൽ പോരാ. എങ്ങനെ എഴുതണം? നമ്മള് ജനറൽ ആയിട്ട് എഴുതാനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം നിങ്ങൾ എങ്ങനെ എഴുതും? A എന്ന് എഴുതും. രണ്ടാമത്തെ ടേം ആകുമ്പോൾ A2 എന്ന് എഴുതും. മൂന്നാമത്തെ ടേം ആകുമ്പോൾ A3 എന്ന് എഴുതും. നാലാമത്തെ ടേം ആകുമ്പോൾ എങ്ങനെ എഴുതുന്നത്? A4 എന്ന് എഴുതും. സിമ്പിൾ ആയിട്ടുള്ള A ഞാൻ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് എപ്പോഴും കാണിക്കാൻ പറ്റും. A എങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ? A എന്നേ കാണിക്കാൻ പറ്റും. A2 എപ്പോഴും വേറെ രീതിയിൽ കാണിക്കാറുണ്ട്. എങ്ങനെ എഴുതുന്നത്? A+D. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് A+B. A3 എന്ന് പറയുമ്പോഴോ A+2D. A4 എന്ന് പറയുമ്പോഴോ A+3D. എങ്ങനെ എഴുതുന്നത്? A+D, A+2D, A+3D. അവിടെ വരെ എഴുതി. അങ്ങനെ എഴുതി. ഇനി നമുക്കിത് തുല്യമാണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ 2 അറ്റത്തുള്ള സംഖ്യകളുടെ ഇതും എങ്ങനെ എഴുതായിരിക്കും? A+, അവിടത്തെ ഏതാ? A4. A+A4. A എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? A തന്നെയാണ്. A4 എന്ന് പറഞ്ഞാൽ എന്തുവാ? A+3D ആണ്. അപ്പം A+A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A അതുപോലെ നിൽക്കും. A4 എന്ന് പറയുമ്പോൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറും? അത് A+3D എന്ന് മാറും. അപ്പൊ A+A+3D. A+A+3D എന്ന് പറഞ്ഞാൽ A യോടെ കൂട്ടിക്കഴിഞ്ഞാൽ 2A പ്ലസ് എന്ത് വരും? 3D. 2A + 3D. അടുത്ത നിങ്ങൾ നോക്കിയോ, A2ഉം A3യും ഇവിടെ എപ്പോഴും നിങ്ങൾ ആ എക്സാമ്പിൾ ഇട്ടും ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള പ്രൂഫുകൾ വരുമ്പം പാടായിട്ട് തോന്നുന്ന ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ 1, 2, 3, 4 കിട്ടും. അല്ലെങ്കിൽ എളുപ്പമുള്ള എക്സാമ്പിൾ ചെയ്ത് നോക്കണം. എളുപ്പമുള്ള എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തനിയെ ഒരു ഐഡിയ കിട്ടും. അല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞാൻ ആ പറഞ്ഞ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതണം. അത് നല്ലോണം മനസ്സിലാക്കും. എന്നിട്ട് വേണം ഇതിലോട്ട് വരാൻ. ഇങ്ങനെ അത് കിട്ടത്തുള്ളൂ. A2 + A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ എന്തുവാ? A+D. A3 എന്ന് പറഞ്ഞാൽ എന്തുവാ? A+2D. A+D, A+2D. Aയും A കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 2A വരും. Dയും 2D കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 3D വരും. നോക്കിയോ, ഇവിടെ കിട്ടിയത് ഒരേ ഉത്തരവില്ലേ? അതിന്റെ അർത്ഥം എന്തുവാ? എയും A4 കൂട്ടുന്നതും A2ഉം A3 കൂട്ടുന്നതും തുല്യമായിരിക്കും. ദാറ്റ് ഈസ് A1. ഒന്നാമത്തെ നമുക്ക് വേണമെങ്കിൽ 1 എന്ന് പറയാം. A1ഉം A4 കൂട്ടുന്നതും A2ഉം A3 കൂട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും? തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ A1, A2, A3, A4 എടുക്കുന്നു.
A1 ഞാൻ എന്ത് എടുക്കുന്നു? A എന്ന് എടുക്കുന്നു. A2 എന്ന് പറഞ്ഞാൽ A+D, A3 എന്ന് പറഞ്ഞാൽ A+2D, A4 എന്ന് പറഞ്ഞാൽ A+3D. അവിടെ വരെ എടുത്തു. ഇത് തുല്യമാണെന്ന് കിട്ടേണ്ട എന്തൊക്കെയാ? A1ഉം A4ഉം തമ്മിൽ കൂട്ടുന്നത്, A2 A3 തമ്മിൽ കൂട്ടുന്നത് തുല്യമാണെന്ന് കിട്ടണം. A1ഉം A4ഉം തമ്മിൽ കൂട്ടുന്നു, A1ഉം A4ഉം കൂട്ടിക്കഴിഞ്ഞാൽ A1 = A, A4 = A+3D. അപ്പൊ A+A+3D. ഇപ്പൊ എന്ത് വരും? A കൂട്ടിക്കഴിഞ്ഞാൽ 2A + 3D എന്ന് വരും. A2 + A3 വരുമ്പോഴോ A2 + A3 A+B + A+2D. കൂടെ ആകുമ്പോഴത്തേക്കും 2A + 3D. ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ടും ഒരേ ഉത്തരം കിട്ടുന്നെങ്കിൽ അവിടെ നിർത്താം. മനസ്സിലാവാത്തവർ എന്ത് വേണം? നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിച്ചു. വേണമെങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഡിറ്റ് ചെയ്തോ. 2, 4, 6, 8 ഇട്. 4 അക്ഷരമായി 2, 4, 6, 8. രണ്ടറ്റം നോക്ക്. 2, 4, 6, 8. ഇനി രണ്ടറ്റം നോക്ക്. 8, 2. കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എളുപ്പമാണ്. ജസ്റ്റ് നോക്കുക, അത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The 8th term of an arithmetic sequence is 12 and the 12th term is question number 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1ാമത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കണം. എന്തിനു പറഞ്ഞു? The 8th term of an arithmetic sequence is 12 and the 12th term is 8. What is the algebraic expression for this sequence? ഇത് പറഞ്ഞാൽ എന്തുവാ? ഒരു സമാന്തര ശ്രേണി, മലയാളം മീഡിയം ശ്രദ്ധിച്ചോ. ഒരു സമാന്തര ശ്രേണിയുടെ 8ാമത്തെ പദം 12ഉം 12ാമത്തെ പദം 8ഉമാണ്. ഇംഗ്ലീഷ് മീഡിയംകാരി മലയാളം മീഡിയംകാരെ ക്വസ്റ്റ്യൻ കേട്ട് മനസ്സിലാക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാൻ നോക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് കാണുന്നത്, അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ഒരു സമാന്തര ശ്രേണിയുടെ 8ാമത്തെ പദം 12ഉം 12ാമത്തെ പദം 8ഉമാണ്. എന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. A5, 10ഉം 10, 5ഉം വന്നപ്പോൾ പറഞ്ഞത്. വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? ഇതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ 8ാമത്തെ പദം 12 എന്ന് പറഞ്ഞാൽ A8 = 12. തിരിച്ച് 12ാമത്തെ പദം 8 എന്ന് പറഞ്ഞാൽ A12 = 8. എങ്ങനെ? ഒരു സമാന്തര ശ്രേണിയുടെ 8ാമത്തെ പദം 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A8 = 12. അടുത്ത് 12ാം പദം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A12 = 8. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അപ്പൊ അവിടെ നമുക്ക് ജനറൽ ടേം എഴുതണം. എപ്പോഴും ക്വസ്റ്റ്യൻ തരുമ്പോ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ എന്തോ കണ്ടുപിടിക്കേണ്ടത് ജനറൽ ടേം. ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ജസ്റ്റ് ഒരു വാച്ച് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കണം. അല്ലാതെ ബാക്കി നമ്മളത് മനസ്സിലാക്കി എടുത്തിട്ട് നിൽക്കാൻ നിൽക്കണം. കണ്ടുപിടിക്കേണ്ട സാധനം ജസ്റ്റ് ഞാനൊന്ന് എഴുതി വെച്ചു. എന്തുവാ? A. അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചു. A + n - 1 × D. A = A + n - 1 × D എന്ന് എഴുതി വെച്ചു. ഇതാണ് നമുക്ക് ചെയ്യേണ്ട സാധനം. അപ്പൊ ഇവിടെ എനിക്ക് A വേണം, D വേണം. ഇവിടെ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? Aയും വേണം, Dയും വേണം. അപ്പൊ അത് രണ്ടും നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ട് സാധനം തന്നു കഴിഞ്ഞാൽ നമുക്ക് D കണ്ടുപിടിക്കാൻ നേരത്തെ അറിയാം. D ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AM difference divided by position difference. AM difference divided by position difference. AM difference divided by position difference. മലയാളം മീഡിയം എങ്ങനെ എഴുതാനെ? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ്. ഇവിടുത്തെ ടേം നോക്കിയോ, 12 8 ആണല്ലോ ടേം. അപ്പൊ ടേം ഡിഫറൻസ് എന്ത് വരും? 12 - 8. തിരിച്ചെഴുതാനും മതി, അങ്ങോട്ട് എഴുതാനും മതി. 8 - 12 എഴുതിയാലും മതി. ഡിവൈഡഡ് ബൈ 12 എഴുതിയാലും നേരെ 12 താഴെ 12ന്റെ ഇവിടെ നടത്തരുത്. 12ന്റെ ടേം പൊസിഷൻ എഴുത്. 12 എന്ന് പറഞ്ഞാൽ ടേം ആണ്, അതിന്റെ പൊസിഷൻ എത്ര? 8. 8 എഴുതിയതിന്റെ താഴെ എന്ത് എഴുതണം? 8ന്റെ പൊസിഷൻ. 8 - മനസ്സിലായല്ലോ? ടേം ഡിഫറൻസ് 12 - 8. പൊസിഷൻ ഡിഫറൻസ് 8 - 12. ഇത് മുകളിൽ നിന്നും താഴോട്ടാണ് എഴുതുന്നെങ്കിൽ ഇത് മുകളിൽ നിന്ന് താഴോട്ട്, ഇത് ഇവിടെ അങ്ങോട്ടാണ് എഴുതുന്നെങ്കിൽ അത് ഇവിടുന്ന് അങ്ങോട്ട്. കാര്യം ഇപ്പൊ 12 - 8 ഡിവൈഡ് ബൈ 8 - 12. 12 ൽ 8 പോയാൽ 4 ആണല്ലോ. 8 ൽ 12 പോയാൽ എന്തുവാ? -4. അപ്പൊ 4 - 4 12 വെട്ടിക്കളയാം. അപ്പൊ എന്ത് വരും ഇവിടെ? ആൻസർ -1 വരും. അപ്പൊ ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് D എന്ന് പറഞ്ഞാൽ എന്തുവാ? -1 ആണ്. കോമൺ ഡിഫറൻസ് D എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ സമാന്തര ശ്രേണി എന്ത് വരുന്നത്? സീക്വൻസ് എന്ത് വരുന്നത്? 8ാം പദം 12ഉം 12ാം പദം 8ഉം ആയിരുന്നു. അതിന്റെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? -1 കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് D എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തുകൂടെ വേണം? A കണ്ടുപിടിക്കണം. A കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഇങ്ങനെയുണ്ട്. A8 തന്നിട്ടുണ്ട്. A8 ഇക്വേഷൻ എല്ലാവരും മനസ്സിലാണ്. A8 എന്ന് പറയുന്നത് A + 70. A എന്ന് പറഞ്ഞാൽ A + 70. A8 എന്ന് പറഞ്ഞാൽ A + 70. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ A8ന്റെ വില വരെ തന്നിട്ടുണ്ട്. A8ന്റെ വില എത്ര ഇരിക്കുന്നത്? 12. അപ്പൊ 12 = മായ്ക്കുക. 12 = A + 7 × -1. That is a -1 × 7 -7. A -7 എന്നാണ്. A മാത്രം ഇടാം. 7 ഇപ്പുറത്ത് വരുമ്പോ -7 ആണ്, ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് ആവും. 12 + 7 ആവും.
ദാറ്റ് ഈസ് എ ഈക്വൽ ടു 12 പ്ലസ് 7 എന്ത് വരും 19 വരും. നോക്കിയോ, ഒന്നുകൂടെ നോക്കിയോ. എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി കിട്ടിക്കഴിഞ്ഞു. എ8ന്റെ ഇക്വേഷൻ എ പ്ലസ് 7b. എ8 ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 12 ഈസ് ഈക്വൽ ടു എ പ്ലസ് 7 ഇൻറ്റു ഡിയുടെ വില കൊടുത്തു -1 ദാറ്റ് ഈസ് 12 ഈസ് ഈക്വൽ ടു എ. അതുപോലെ എഴുതിയിട്ട് 7 ഇൻറ്റു -1 -7 -7 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്ത് വരും +7 ആവും. 12 + 7 ആവും. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്ത് വരും 19. എ ഈസ് ഈക്വൽ ടു 19. അപ്പൊ എയും കിട്ടി ഡിയും കിട്ടി. ഇനി എനിക്ക് വേണ്ട ഈ ചേർത്ത് ഞാൻ എഴുതാമല്ലോ. എ പ്ലസ് n - 1 ഡി വേണമെങ്കിൽ എഴുതാം. എ 19 കിട്ടി പ്ലസ് n - 1 ഇൻറ്റു ഡി എന്തുവാ -1 കിട്ടി. -1 അവിടെ കിട്ടിയാലോ 19 ഇവിടെ കിട്ടി. അപ്പൊ 19 പ്ലസ് n - 1 ഇൻറ്റു -1 മൈനസ് ഈ ബ്രാക്കറ്റിനകത്ത് വരട്ടെ. മൈനസ് ഇൻറ്റു n എന്ന് പറയുമ്പോൾ എന്ത് വരും ആൻസർ -n. അപ്പൊ ഈ പ്ലസിന് ഇവിടെ വേണ്ടല്ലോ. -n 1 ബ്രാക്കറ്റിനകത്ത് -1 ഇങ്ങോട്ട് ഒരു -1 ആണ്. -1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് 8ാം ക്ലാസ് പഠിച്ചത്. -1 ഇൻറ്റു n -1 ഇൻറ്റു -1 പ്ലസ് 1. എങ്ങനെ എഴുതാം 19 -n പ്ലസ് 1. 19 കൂട്ടിച്ചേർത്ത് എങ്ങനെ എഴുതാൻ പറ്റും 20 -20 -n. സിമ്പിൾ ആയി. ഇതാണ് a എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ മനസ്സിൽ കാണാൻ എന്താ ചെയ്തത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എടുത്ത് ആദ്യം എഴുതിക്കോ. a പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇപ്പൊ a പ്ലസ് n - 1 ഇൻറ്റു ഡി എഴുതി. അവിടെ എന്തൊക്കെ വേണം കണ്ടുപിടിക്കാൻ? എയും വേണം ഡിയും വേണം. ഇനി എയും ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. a12 ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. a8 ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ ക്വസ്റ്റ്യൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അത് ഉപയോഗിച്ച് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ആ കോമൺ ഡിഫറൻസ് എടുത്ത് a8 ഇട്ട് കൊടുക്കുമ്പോൾ a പ്ലസ് 7 a8 എന്ന് പറഞ്ഞാൽ a പ്ലസ് 7 അവിടെ നമുക്ക് എന്ത് കിട്ടും? എയുടെ വില കിട്ടും. അത് 19 കിട്ടും. അപ്പൊ a കിട്ടി ഡി കിട്ടി. അതെടുത്ത് a എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി a ഈസ് ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു ഡി. അതിനകത്ത് ആ ഡിയുടെ വില ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും 19 പ്ലസ് ഇവിടെ n - 1 -1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും 19. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിച്ചോളാം. -1 എന്നും കൂടെ ആകുമ്പോൾ -n -1 -1 ആകുമ്പോൾ +1. അപ്പൊ എങ്ങനെ വരും 19 20 -n എന്ന് വരും. അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഹോംവർക്കായിട്ട് പറഞ്ഞത് ഈ ഇപ്പം കിടക്കുന്നതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നുമില്ല. നിങ്ങളത് ചിന്തിക്കുക, അത്രേ ഉള്ളൂ കാര്യം. റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ് സമ്മ് 30 ഫസ്റ്റ് 5 ടൈംസ്. ആദ്യത്തെ 5 പാർട്ടിന്റെ സമ്മ് 30 ആയിട്ട് ഒരു 3 അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾ എഴുതണം. ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലുമൊക്കെ വിലയും ഇട്ട് കൊടുത്താൽ മതി. 30 വരുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ വില ഇട്ട് കൊടുക്കുക. കിട്ടുന്നുണ്ടോ നോക്കുക. അതേ ഉള്ളൂ. അതുപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ 4 പദങ്ങളുടെ ടേം 100 ആയിട്ട് വരുന്ന രീതിയിൽ എഴുതണം. 4 പദങ്ങളുടെ ടേം 100 ആയിട്ട് വരുന്ന രീതിയിൽ എഴുതണം. 4 പദങ്ങളുടെ ടേം 100 ആയിട്ട് വരുന്ന രീതിയിൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. 4 പദങ്ങളുടെ ടേം 100 ആയിട്ട് വേണം. അവർ ഒരു കണ്ടീഷനും പറയുന്നില്ല. A1 A2 A3 A4 ആറൊക്കെ കണ്ടീഷൻ 4യുടെ ടേം നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരണം 100 വരണം. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു 10 കൊടുക്കുന്നു, ഇവിടെ ഒരു 20 കൊടുക്കുന്നു, ഇതൊരു 30 കൊടുക്കുന്നു, ഇതൊരു 40 കൊടുക്കുന്നു. കിട്ടുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ 10 20 30 40. കോമൺ ഡിഫറൻസ് 10. കോമൺ ഡിഫറൻസ് 10 10 കോമൺ ഡിഫറൻസ്. ഇനി അതിന്റെ സമ്മ 100 കിട്ടുന്നുണ്ടോ നോക്ക്. 10 20 30 30 30 60 40 100 ഇത്രയുള്ള അവിടുത്തെ ലോജിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചുമ്മാ അവരെ 5 കൊടുക്കുക, ഇവിടെ ഏതെങ്കിലും അതിനനുസരിച്ച് കൊടുക്കുക. അങ്ങനെ കൂട്ടി എങ്ങനെ വരണം നിങ്ങൾ 100 കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു 3-4 ആവട്ടെ. അതുപോലെ ഒന്നാമത്തെ കണക്ക് ചെയ്ത് നോക്കണം. 30 വരുന്ന രീതിയിൽ 5 പദം വെച്ച് എഴുതണം. അപ്പൊ അത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്കത് സെൻഡ് ചെയ്ത് നോക്കണം. അതുപോലെ 21ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഹോംവർക്കായിട്ട് തന്ന 2 ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് എന്ന് വിചാരിക്കുന്നത് ചുമ്മാ ആയിരിക്കും, ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഓക്കെ, ഒന്നുകൂടെ ഇത് പഠിപ്പിച്ച അത്രയും കാര്യം പാഠത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം. അപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് കുറച്ച് നമ്പറുകളുടെ ഒരു കളക്ഷൻ ആണ്. അതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. പൊതുവായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഏത് 2 പദങ്ങൾ തമ്മിൽ കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഒരേ ആൻസർ തന്നെ കിട്ടും. അതാണ് അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ അകത്തുള്ള 2 വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഉണ്ട് ഒരു വാക്ക്, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്ന് പറയുമ്പോൾ ടേം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പിന്നെ ഉള്ളത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന വാക്കാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് പൊതുവായിട്ടുള്ളത് കൊണ്ട്, കോമൺ ആയിട്ടുള്ളതുകൊണ്ട് എന്ത് വിളിക്കുന്നു? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. മരണമെടുത്തര് പൊതു വ്യത്യാസം എന്ന് പറയുന്നു. ഇനി അടുത്ത് അവിടെ നമ്മൾ 4 ഇക്വേഷൻ, ഒന്നാമത് പഠിച്ച ഇക്വേഷൻ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു. എ എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം
n മൈനസ് 1 ഇൻറ്റു ഡി അങ്ങനെ വരും. ഇനി അടുത്തേന്ന് പറഞ്ഞാൽ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an മൈനസ് a1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. അടുത്ത ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നുകിൽ a2 മൈനസ് a1 a3 മൈനസ് a2 രണ്ടെണ്ണം അടുത്തടുത്ത് രണ്ടെണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാഠത്തിൽ ഇതുവരെ പഠിച്ച ഇക്വേഷനും പ്രോബ്ലം എല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ പ്രോബ്ലം എല്ലാം ഒന്നുകൂടെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി നമുക്ക് അല്ലാതെ ക്ലാസ് തുടങ്ങുമ്പോൾ ഡൗട്ട് ഉള്ളതൊക്കെ അല്ലാതെ പറഞ്ഞുതരാം. ഓക്കെ.